ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ അന്ന് താഹമാഡായിയാണ് ജയരാജൻ ഇൻ്റർവ്യൂ ചെയ്തത്. ഞങ്ങൾ ട്രൂ കോപ്പി തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് കൊടുത്തത് സഖാവ് ജയരാജൻ്റെ ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് സംസാരിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കതിരൂരിൽ ഒരുപാട് ആചാരങ്ങളുള്ള കോമരം, കാവ്, തെയ്യം ഒക്കെയുള്ള ഒരു സ്ഥലത്താണ് ജനിച്ച് വളർന്നത്. അതിലൊക്കെ പങ്കെടുത്ത് വളർന്ന ഒരാളാണ് പിന്നീട് സഖാവ് ജയരാജനായിട്ട് മാറുന്ന പി ജയരാജൻ. അപ്പം അതിനകത്ത് എൻ്റെ ഒരു ചോദ്യം, അതിൽ കൂടെ വരുന്ന പലരും പിന്നീട് അങ്ങനെ തന്നെയാണല്ലോ. EMS വന്നത് അങ്ങനെയാണ്, പിണറായി വന്നത് അങ്ങനെയാണ്, നമുക്കറിയാവുന്ന അച്യുതാനന്ദനും അങ്ങനെയുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആചാരങ്ങൾ പെട്ട് അതിനകത്തുനിന്ന് പിന്നീടൊരു റേഷണൽ തിങ്കിങ് എന്നൊക്കെ നമ്മൾ പറയുന്ന കമ്മ്യൂണിസത്തിൻ്റെ, മാർക്സിസത്തിൻ്റെ ഒരു ആദർശത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റായിട്ട് അതിലേക്ക് പ്രവേശിക്കാം. ഈ പുസ്തകമാണ് നമ്മുടെ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്നുള്ള പുസ്തകമാണ് ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് പ്രേരണയായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പം അതിനകത്തേക്കാണ് നമുക്ക് ആവേശിക്കപ്പെടാൻ, അല്ലെങ്കിൽ ആവേശത്തോടു കൂടി കടന്നു ചെല്ലാൻ, അല്ലെങ്കിൽ ഇഷ്ടത്തോടെ കയറി ചെല്ലാൻ പറ്റുന്ന മാതൃകകളൊക്കെ അതിനകത്തുണ്ട്. ദൈവത്തിലേക്ക് വിശ്വസിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പം അതിൽ നിന്നും മാറി ചിന്തിക്കാൻ എങ്ങനെയാണ് പി ജയരാജന് തോന്നിയത്? എൻ്റെ തറവാട്ടിൽ ഒരു മുത്തപ്പൻ മടപ്പരയുണ്ട്. അപ്പോൾ മുത്തപ്പൻ്റെ പരികർമ്മിയായിരുന്നു ആദ്യകാലത്ത് ഞാൻ. എന്ന് പറഞ്ഞാൽ മുതക്കലശക്കാരൻ എന്ന് പറയും. മുതക്കലശക്കാരൻ എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്നാണ്. മുത്തപ്പന് കലശം നിവേദിക്കുകയാണ്. അപ്പോൾ അതിൽ ആ കലശം എന്ന് പറയുന്നത് ഈ കവുങ്ങിൻ്റെ അതിൻ്റെ അല്ലിയൊക്കെ, അതുപോലെ തന്നെ ഉള്ള പൂക്കൾ, ഇതൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ഒരു പിന്നെ ഒരു കലശം. അപ്പം അതിൽ ഈ അതിൻ്റെ തലയിൽ വെക്കുന്ന ഒരു ഭാഗമുണ്ട്, അതിനകത്ത് കള്ളുണ്ടാവും. അപ്പം അത് മുത്തപ്പന് കള്ള് പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു പാനീയമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു ഞാൻ. കാരണം ഈ ഞങ്ങൾ കുടുംബത്തിലെ ഒരു ആണുങ്ങൾ, അതാണ് ആണായിട്ടുള്ള ഒരാൾ അവിടെ ഈ മുതക്കലശക്കാരനായിട്ട് മാറണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കലശക്കാരനായിട്ട് കുറേ വർഷക്കാലം ഉണ്ടായിരുന്നു. അത് ചെറുപ്രായത്തിൽ തന്നെ. പിന്നെ അവിടെ ഈ പയൻകുറ്റി വെക്കുക എന്ന് പറയും, കൊടുക്ക. അപ്പോൾ അത് കള്ളും പിന്നെ ഇതൊക്കെയാണല്ലോ, ചെറുപയർ പൊങ്ങിച്ചതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെ അതെ, പുഴുക്കല്ല, ചെറുപയർ. അത് പിന്നെ ഈ വെള്ളത്തിലിട്ട് തന്നെ തിളപ്പിച്ച് വേവിച്ച് അതിനകത്ത് മഞ്ഞളും സ്വല്പം മുളകെല്ലാം ഇട്ടിട്ടുള്ള ആ ഒരു ഇത് തന്നെ. അപ്പോൾ അത് നിവേദ്യമായിട്ട് കൊടുക്കുക, അർച്ചന അതിൻ്റെ ഭാഗമായിട്ട്. പിന്നീട് ഞാൻ അന്ന് KSF ആണല്ലോ ആദ്യം, SFIക്ക് മുമ്പേ. അപ്പോൾ KSFന്റെ പ്രവർത്തകനായി, SFIയുടെ പ്രവർത്തകനായി. അങ്ങനെ ഈ മാർസിയൻ ദർശനമൊക്കെ പഠിച്ചല്ലോ. അപ്പം മാർസിയൻ ദർശനത്തിലെ ഒരു ഭാഗമാണല്ലോ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഭൗതികവാദം. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എങ്ങനെയാണ്, അപ്പോൾ പ്രപഞ്ചനാഥ എന്നാണല്ലോ ഓരോ വിശ്വാസിയും അഭിസംബോധന ചെയ്യുക ദൈവത്തെ. അപ്പോൾ ആ ദൈവാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ചൂഷണം, അടിച്ചമർത്തൽ, ഇതൊക്കെ വായനയിലൂടെയും മറ്റും മനസ്സിലായി, ക്ലാസ്സുകളിൽ നിന്ന് മനസ്സിലായി. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിൽ നിന്ന് മാറി ഈ ഒരു ട്രാൻസിഷൻ വരുന്നത് എങ്ങനെയാണ്? അതായത് നമുക്കൊരു പെട്ടെന്നുള്ളൊരു സംഭവം കൊണ്ട് നമുക്ക് ദൈവവിശ്വാസിയായി മാറാം, മാറാതിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചുമാവാം. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതായത് ഇത്രയും ഇതിൽ ഒരു അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും നിന്നിരുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെയുള്ളൊരു ഒരു ട്രാൻസിഷൻ വരുന്നത് എങ്ങനെയാണ്? വളരെ സാമ്പത്തികമായിട്ട് ദരിദ്രമായിട്ടൊരു കുടുംബമായിരുന്നല്ലോ. എൻ്റെ അച്ഛൻ ആദ്യകാലത്ത് ഒരു ചുരുട്ട് തൊഴിലാളിയായിരുന്നു, ബീഡി സിഗാർ, ചുരുട്ട്. അപ്പോൾ ഞാൻ ആദ്യ കാലത്ത് കതിരൂർ ടൗണുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട് അച്ഛന്. അപ്പോൾ ആ ഹോട്ടൽ പ്രതിസന്ധിയായിട്ട് പൂട്ടി. അപ്പോൾ വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നേരിട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന കൊണ്ടൊന്നും അക്കാര്യത്തിലൊന്നും മാറ്റം വരില്ല. അപ്പോൾ അതുകൊണ്ട് വിഷമമുള്ളവനൊരാശ്വാസമാണ് മുത്തപ്പനടുക്ക പോയിട്ട് തൻ്റെ സങ്കടങ്ങൾ പറയുക, അല്ലെങ്കിൽ കുട്ടിച്ചാത്തനടുക്ക പോയിട്ട് സങ്കടങ്ങൾ പറയുക. അപ്പോൾ അവർ ഉരിയാടുമല്ലോ, മുത്തപ്പനും കുട്ടിച്ചാത്തനും. അങ്ങനെയുള്ള തെയ്യങ്ങളൊക്കെ നമ്മളോട് സംവദിക്കും.
അതെ അതെ. അങ്ങനെയാണ്. അപ്പൊ അത് നമുക്കൊരു ഹീലിംഗ് ആണ്, ആശ്വാസം. ആശ്വാസമാണ്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള ഒരു അവസ്ഥയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്ക് പിന്നീട് അങ്ങേയറ്റം ഗുരുതരമായൊരു പ്രതിസന്ധി വന്നപ്പോൾ, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി തന്നെയാണ്. ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഈ പറയുന്ന പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ പ്രാർത്ഥിക്കുന്നവരെയൊന്നും ഞാൻ പുച്ഛിക്കാറില്ല. കാരണം എൻ്റെ ഈ തറവാട്ടിൽ നടത്തുന്ന ഉത്സവ സമയത്ത് ഞാൻ നാട്ടിലുള്ള സമയത്തൊക്കെ ഒരു ദിവസമെങ്കിലും അവിടെ പോകും. കാരണം എൻ്റെ കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, അവരെയൊക്കെ കാണും. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടാനും സൗഹൃദം പുതുക്കാനുള്ളൊരു അവസരം കൂടിയാണ് ഉത്സവം. അപ്പം അതുകൊണ്ട് ഞാൻ വിശ്വാസി അല്ലാതാവുന്നത് ഒന്ന് സ്വന്തം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും മറ്റൊന്ന് സംഘടനാ പ്രവർത്തനത്തിലൂടെ കിട്ടിയ അറിവ്, അതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ നിലയിൽ ഉള്ള ഒരു ജീവിത രീതിയിലേക്ക് മാറിയത്. സഖാവ് ജയരാജൻ പറയുന്നത് ഇപ്പൊ നമുക്കൊരു പൈസ വേണ്ട സമയത്ത് പൈസ തന്നെ വേണം, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള സാധനങ്ങൾക്ക് ഭൗതികമായിട്ട്, വീട് വേണ്ട സമയത്ത് വീട് ഉണ്ടാക്കി തന്നെ വേണം, അതിനൊന്നും ദൈവത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്നാൽ നമ്മളുടെ മാനസിക ആശ്വാസത്തിന് ദൈവത്തിന് ഒരുപാട് പങ്ക് വഹിക്കാനുണ്ട് എന്നാണോ ഇപ്പോഴും തോന്നുന്നുണ്ട്? അങ്ങനെ അതില് ഈ പുസ്തകത്തില് ശ്രീനാരായണ ഗുരുവിനോട് ഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഗാന്ധിജി ചോദിക്കുന്നത് ഈ മോക്ഷത്തിന് ഹിന്ദുമതം പര്യാപ്തം ആണെന്ന് പിന്നെ ഗുരുവിന് അഭിപ്രായമുണ്ടോ എന്നതാണ്. അപ്പൊ ഗുരു അതിന് പോസിറ്റീവായിട്ടാണ് മറുപടി പറയുന്നത്. അതായത് ഇതിന് മോക്ഷപ്രാപ്തിക്ക് ഹിന്ദുമതം പര്യാപ്തമാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷെ പിന്നീട് ഗാന്ധിജിയോട് ഗുരു പറയുന്നുണ്ട്, പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? ലൗകികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അപ്പൊ മോക്ഷം എവിടെയാ? മനസ്സിൽ. അല്ല, മരണാനന്തരം സ്വർഗം കിട്ടുക. അപ്പോ മോക്ഷപ്രാപ്തിക്ക് ഈ മതവും അതിന്റെ ആചാരങ്ങളൊക്കെ പര്യാപ്തമാണ്. പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ? ലൗകികമായിട്ടുള്ള ജീവിക്കാനാണ്. ലൗകികമായിട്ടുള്ള സ്വാതന്ത്ര്യം. അന്ന് സ്വാതന്ത്ര്യം ഇല്ലല്ലോ. ഇല്ല. ജാതി അടിമത്തം നിലനിന്നിട്ടുള്ള ഒരു സമൂഹത്തിൽ അന്ന് ലൗകികമായിട്ടുള്ള സ്വാതന്ത്ര്യം ഇല്ല. അപ്പോ ആ ലൗകിക സ്വാതന്ത്ര്യം കൈവരാതെ വരുമോ എന്ന് ഗാന്ധിജി തിരിച്ചങ്ങോട്ട് ഗുരുവിനോട് പറയുമ്പോ ഈ ജാതീയതയുടെ രൂഢമൂലത ഓർത്തു കഴിഞ്ഞാൽ ഗാന്ധിജിക്ക് ഇനിയും ജനിക്കേണ്ടി വരും എന്നാണ് ഗുരു നൽകുന്ന മറുപടി. അത് വലിയ ഒരു മറുപടി തന്നെയാണ്, ദാർശനികമായിട്ടുള്ളൊരു മറുപടിയാണ്. അതായത് ജാതീയത ഇത് വലിയ വിഷയമാണല്ലോ. ദൈവാധികാരത്തെ അടിസ്ഥാനത്തിലാണല്ലോ, ദൈവാധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജാതി വ്യത്യാസവും ജാതീയമായിട്ടുള്ള അടിച്ചമർത്തലും സമൂഹത്തിൽ നിലനിന്നിരുന്നത്. അത് ലോകത്ത് ഇന്നും ഈ കറുത്ത വർഗക്കാർക്ക് നേരിടേണ്ടി വരുന്ന ദൈവാധികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അടിച്ചമർത്തൽ, അതിന്റെ പിന്നിലൊരു പ്രത്യയ ശാസ്ത്ര ആശയമുണ്ട്. എന്താണ്? ഞങ്ങള് വെള്ളക്കാര് ന്യൂനപക്ഷമാണ്, പക്ഷേ ഞങ്ങൾ ദൈവപുത്രന്മാരാണ്. കറുത്ത വർഗക്കാരായിട്ടുള്ള നിങ്ങളൊക്കെ മനുഷ്യപുത്രന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവാധികാരത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള അസമത്വം, അടിച്ചമർത്തൽ ഒക്കെ ഈ ലോകത്ത് നടക്കുന്നു എന്ന തിരിച്ചറിവ് ഒരു ഘട്ടത്തിൽ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസത്തിന്റെ തലത്തിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന ബോധ്യത്തിലാണ് ഞാൻ എത്തിയത്. ഈ ശ്രീനാരായണ ഗുരു വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് തലശ്ശേരി. എനിക്കറിയാവുന്ന, എൻ്റെ അമ്മേൻ്റെ വീട് തലശ്ശേരിയാണ്, അതുകൊണ്ട് തന്നെ അറിയാം. ഒരുപാട് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എന്നാൽ പോയിട്ടുമില്ലാത്ത, എന്നാൽ ഒരു നവോത്ഥാന, ഒരു ഹൈന്ദവതയുടെ ഒരു സ്ഥലമാണ് തലശ്ശേരി. അപ്പോൾ അതിനകത്ത് എപ്പോഴെങ്കിലും ശ്രീനാരായണ ഗുരു ഒരു ആവേശിച്ച നിമിഷങ്ങൾ ജയരാട്ടൻ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ഈ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയിട്ടുള്ള പ്രഭാഷണങ്ങൾ അക്കാലത്ത് ജഗന്നാഥ ക്ഷേത്രത്തിലുണ്ടാവും, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ, ജഗന്നാഥ ടെമ്പിൾ, മറ്റു പല സാംസ്കാരിക പരിപാടികളിലും നടത്തുന്ന പ്രഭാഷണങ്ങളുണ്ടാവും. ആ പ്രഭാഷണങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യം ഗുരുവിന്റെ കാഴ്ചപ്പാടുകളാണ്, ഗുരുവിന്റെ ദർശനമാണല്ലോ. അപ്പൊ അത് വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ. അതായത് ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് ഹാഫ് ട്രൗസറിൽ നിന്ന് മുണ്ടിലേക്ക് മാറിയിട്ടുള്ള സമയത്ത് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോയപ്പോ RSSകാര് അവിടെ ഒരു ബോർഡ് വെച്ചിരുന്നു, മുഹമ്മദീയർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ആ മുഹമ്മദീയരെ
പ്രവേശിക്കുന്നുണ്ടോ, മുഹമ്മദിയർ പ്രവേശിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവിടെ സ്ക്രീനിങ് സംവിധാനം. മാത്രമല്ല, മുഹമ്മദിയരാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരെ തല്ലും. ഇതായിരുന്നു അക്കാലത്ത്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഞാനും എത്തപ്പെട്ടു. അതേസമയം ആ ക്ഷേത്രത്തിൽ പോയാലോ, അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പഞ്ചലോഹ പ്രതിമയുണ്ട്. ആ പഞ്ചലോഹ പ്രതിമ ആരാ ഉണ്ടാക്കിയത്? തലശ്ശേരിയിലെ തീയപ്രമാണിമാരുടെ നിർദ്ദേശമനുസരിച്ച് ഒരു തീയനുമല്ല, പിന്നെയോ ഈഴവനുമല്ല, മലയാളിയല്ല, ഇന്ത്യക്കാരനല്ല, ഇറ്റലിക്കാരനായിട്ടുള്ള തവറിലി എന്നുള്ള ശില്പിയാണ്. ശ്രീനാരായണ ഗുരു തന്നെ ആ പഞ്ചലോഹ പ്രതിമ കാണുന്നുണ്ട്. 1928 ശ്രീനാരായണ ഗുരു അന്തരിക്കുന്നത്. പക്ഷെ ഈ പ്രതിമ സ്ഥാപിക്കുന്നത് 1927 ഇറ്റലിക്കാരനായിട്ടുള്ള തവറിലി ഉണ്ടാക്കി. അങ്ങനത്തെ പ്രതിമകൾ ഗുരു അംഗീകരിച്ചിരുന്നോ? ഗുരു അന്ന് അതിനെ പറ്റി തമാശയായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ഭക്ഷണമൊന്നും ആവശ്യമില്ലല്ലോ, അങ്ങനെയാണ്. അപ്പൊ ഗുരുവിന്റെ ഭക്തന്മാര് എടുത്ത തീരുമാനമാണ് അത്. അതില് ഈ ജഗന്നാഥ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. അതായത് ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ്. ഇപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഗുരു അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഗുരു വന്നപ്പോൾ ഈ തലശ്ശേരിയിലെ തീയപ്രമാണിമാരൊക്കെയാണ് കൂടെ. അപ്പോൾ കുറച്ച് അകലെ ഒരു കൂട്ടർ നിൽക്കുന്നു. അപ്പോൾ ഗുരു ചോദിച്ചു, അവരെന്താ ഇങ്ങോട്ട് വരാത്തതെന്ന്. അപ്പോൾ അവർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല, കാരണം പറയന്മാരാണ്. പറയന്മാരാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞ്, ഞാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു സ്വന്തം കയ്യാൽ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവ്വരും സോദരത്വേരെ വാഴുന്ന മാതൃകാ സ്ഥാനമാം ഇത് എന്നതാണ്. അപ്പോൾ ജാതിഭേദവും പാടില്ല, മതദ്വേഷവും പാടില്ല, പറയന്മാർക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല. ഇങ്ങനെയുള്ള ജാതീയമായ സങ്കുചിതത്വം സമൂഹത്തിൽ നിലനിന്നിരുന്നു. അത് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലും അനുഭവം ഉണ്ട്. ഉയർന്ന ജാതിക്കാര് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ പാലിന് പോയി കഴിഞ്ഞാൽ പാത്രം ഇങ്ങോട്ട് ചാടി കൊടുക്കുക. അങ്ങനെയില്ല, തൊട്ടുകൂടെയുമെല്ലാം എൻ്റെയൊക്കെ ചെറുപ്പകാലത്തും അനുഭവമുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചിന്തിച്ചു നോക്കിയപ്പോൾ ഈ ജാതി മതം എന്നൊക്കെ പറയുന്നത് അത് യഥാർത്ഥത്തിൽ ആശ്വാസമായിട്ട് ചിലർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ എൻ്റെ അനുഭവത്തിൽ യഥാർത്ഥത്തിലുള്ള ആശ്വാസം നൽകുന്നില്ല. അതുകൊണ്ട് ഇഹലോകത്ത് തന്നെ സുഖമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുന്ന കാലത്ത് നമ്മളൊക്കെ പ്രവർത്തിക്കണം എന്ന ബോധ്യത്തിലേക്കാണ് പിന്നീട് ഞാൻ മാറിയത്. അല്ല, ഇതിൽ നമുക്ക് ഈ പുസ്തകം വെച്ച് തന്നെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു ബാല്യകാല ഹിന്ദു എന്ന് തന്നെ പറയാം ജയരേട്ടൻ്റെ ഒരു ജീവിതത്തിനെ എടുത്തു നോക്കുകയാണെങ്കിൽ. അപ്പം അതിനകത്ത് അത് പിന്നീട് ആൾക്കാർ ഇപ്പം വിചാരിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു ഹിന്ദു വിരുദ്ധൻ എന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കപ്പെടുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹിന്ദുയിസത്തിനെ അല്ലെങ്കിൽ ഹിന്ദുത്വയെ പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരാൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാവും കൂടിയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ തരത്തിലുള്ള, അതായത് ഒരു ക്രൈസിസ് ഉണ്ടാവില്ല, നമുക്കൊരു സംഘർഷം ഉണ്ടാവും. കാരണം നമ്മളിതെല്ലാം ഈ രീതിയിൽ നിന്ന് വന്ന ആളാണ്. അപ്പം അതിൽ എന്തെങ്കിലും തരത്തിൽ എൻ്റെ മതം, എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും എന്നുള്ള ഒരു തോന്നൽ, അതായത് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പിന്നീട് ഒരു പ്രാർത്ഥനയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? എൻ്റെ വീട്ടിലിപ്പോഴും, ഞാനിപ്പോൾ എടുത്ത വീടുണ്ടല്ലോ, ഞാനും ഭാര്യയും കൂടി. അതെ, ഞാൻ വന്നിട്ടുണ്ടോ? അതെ. അപ്പോൾ അവിടെ മതത്തിൻ്റെ യാതൊരു ചിഹ്നങ്ങളും ഇല്ല, ഒരു മതത്തിൻ്റെയും ഒരു ചിഹ്നവും ഇല്ല. അപ്പോൾ ഒരു ജാതിബോധം എന്നെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ. അക്കാലത്ത് തന്നെ മതബോധം ഉണ്ടായിരുന്നില്ല. അപ്പം അത് പിൽക്കാലത്ത് എൻ്റെ മുന്നിൽ ചില പ്രായോഗിക അനുഭവങ്ങൾ വന്നു. അതായത് ഈ ഞാൻ 99 ആഗസ്റ്റ് മാസത്തിലെ തിരുവോണത്തിലാണല്ലോ ആക്രമിക്കപ്പെടുന്നത്. അതേ സ്ഥലത്ത്. അപ്പം അന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപ്പോൾ 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് എറണാകുളം സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നവംബർ 25-നാണ് ഞാൻ തിരിച്ചെത്തുന്നത്. തിരിച്ചെത്തിയതിനെ തുടർന്ന് അതിൻ്റെ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ് തുടരണം എന്നാണ് അവിടുന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അപ്പോൾ അതിന് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടത്. അവിടുന്ന് ഫിസിയോതെറാപ്പി. അപ്പോൾ ഫിസിയോതെറാപ്പിക്കായിട്ട് ഞാനിങ്ങനെ ഒരു റൂമിൽ കഴിയവേ എന്നോട് നമ്മുടെ കൂടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞു, 3 കന്യാസ്ത്രീകളുണ്ട് വന്നിട്ട്. 3 കന്യാസ്ത്രീകൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്.
ഞാൻ പറഞ്ഞു വന്നോട്ടെ എന്ന് പറഞ്ഞു. അവർ വന്നു. ഉം. അപ്പോൾ വന്നപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ വന്നത് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഉം. ഈ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ഉം. ബിഷപ്പ് ഹൗസ്. കണ്ടൽക്കാടിന്റെ അത് RC റോമൻ കത്തോലിക്ക അതെ. സഭയുടെ ബിഷപ്പ് ഹൗസ് ആണ്, അതിരൂപതയുടെ ഉം. ഉം. ആസ്ഥാനം. അന്ന് അതിരൂപതയായിട്ടില്ല, അന്ന് രൂപതയുടെ ബിഷപ്പ്. ഉം. അപ്പം അങ്ങനെ അവർ വന്നു, ഞങ്ങൾ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വന്നത് ഉം. എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 1 മിനിറ്റ് സ്റ്റക്കായി. ഉം. എന്താണ് ഇവരോട് പറയേണ്ടത്? ഉം. കാരണം ഞാൻ ഒരു CPM-ന്റെ നേതാവാണ്. അതെ. ഒരു മതാചാരത്തിനനുസരിച്ചും ഉം. ജീവിക്കാത്ത ആളാണ്. എന്നാൽ എല്ലാ മതവിശ്വാസികളുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. ഉത്സവങ്ങളിലൊക്കെ ഞാൻ പോകും. ഉം. അത് ഏത് ഉത്സവത്തിനായാലും പോവാറുണ്ട്. ഉം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. അത് നല്ല തീരുമാനം. അവർക്കൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ. അതെ. കാരണം അവരും ഞാനുമായിട്ട് മുൻപരിചയമൊന്നുമില്ല. ഇല്ല. അങ്ങനെയാണല്ലോ ചില കന്യാസ്ത്രീകൾ, ഫാദർമാർ ഉം. ഒക്കെ ഇങ്ങനെ ഒരു ആള്, എൻ്റെ പരിചയമുള്ള ആള് ആക്രമിക്കപ്പെട്ടു, ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോവാൻ വേണ്ടി വന്നതല്ല. ഉം. അവർ പ്രാർത്ഥിക്കാനാണ് വന്നത്. ഏത് അതിവേഗം ഞാൻ സുഖമാകട്ടെ. പൂർവ്വസ്ഥിതിയിലേക്ക് വരണം ഉം. എന്ന അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാനാണ് വന്നത്. അപ്പോൾ അവരെ മനസ്സിനെ ആദരിക്കാനാണ് എനിക്ക് തോന്നിയത്. ഉം. ഉം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചോളൂ. ഉം. അവര് ഉം. അവിടുന്ന് പ്രാർത്ഥിച്ചു പോയി. ഉം. ഒരനുഭവം. ഉം. രണ്ടാമത്തത്, ഈ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഉം. അയാൾ വ്യവസായിയാണ്, വ്യവസായ കുടുംബത്തിലാണ്. ഉം. അപ്പോൾ അവർ പൂർണ്ണമായിട്ട് നമ്മുടെ പാർട്ടിക്കാരെന്ന് പറയാൻ പറ്റും. പക്ഷേ നമ്മളെല്ലാം ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതൊക്കെ താല്പര്യപ്പെട്ട് Support ഞാനുമായിട്ട് സൗഹൃദത്തിലായി. ഉം. ഉം. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ ഉമ്മർക്ക് പോവാണെന്ന് പറഞ്ഞു. ഉം. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവിധ ആശംസകളും. ഉം. അപ്പോൾ നമുക്ക് വന്നിട്ട് കാണാം. ഉം. അപ്പോൾ വന്നിട്ട് കാണാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി പോയി. ഉം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉം. അദ്ദേഹം എന്നെ ഫോണിൽ വിളിക്കുന്നു. ഉം. അപ്പോൾ ഗൾഫിലെ കോളാണ്. അതെ. അപ്പോൾ നോക്കുമ്പം ഇദ്ദേഹമാണ്. ഉം. ഉം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ തിരിച്ചു വന്നു എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു അദ്ദേഹം തിരിച്ചു വന്നു. ആ, അതെ. ഉം. അപ്പോൾ പറഞ്ഞു അല്ല, ഞാൻ ഇവിടെയാണുള്ളത്. ഉം. എവിടെ? മക്കയില്. ആ. മക്കയിലാണ്. ഉം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിൻ്റെ വിശേഷം? ഉം. അതല്ല, നിങ്ങളെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഉം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മനസ്സിലായല്ലേ? ഉം. ഉം. അതും വളരെ വികാരപരമായിട്ടുള്ള ഒരു ടോണിൽ. പ്രതികരണം. ഉം. ഉം. പ്രതികരണം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഉം. അനുഭവമാണ്. ഉം. അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് എന്നോട് പറയണമെങ്കിൽ ഉം. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. അതെ. ഒന്നുമില്ലാത്ത ഒരു സൗഹൃദ ബന്ധം മാത്രമാണ്. അതെ. ഉം. ഉം. അപ്പോൾ അവരുടെ മനസ്സിനെ ഉം. ഉം. നമ്മൾ തീർച്ചയായിട്ടും ബഹുമാനിക്കണം, ആദരിക്കണം. ഉം. അങ്ങനെ ആ ഒരു അനുഭവം ഉണ്ടായി. ഇതിനകത്ത് പുസ്തകത്തിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ ആമുഖത്തിനകത്ത് സ്വാമി സന്ദീപാനന്ദഗിരി പറയുന്നുണ്ട്. സന്ദീപാനന്ദഗിരി പറയുന്നത് എനിക്ക് തോന്നുന്നു വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ്. കമ്മ്യൂണിസവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം വീണ്ടും ചിന്തിക്കപ്പെടണം. കമ്മ്യൂണിസം മനുഷ്യന്റെ സാമൂഹിക മോചനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആത്മീയത മനുഷ്യന്റെ ആന്തരിക മോചനത്തെക്കുറിച്ചാണ്. ഈ രണ്ടും ഒരുമിച്ച് നിലകൊള്ളുമ്പോഴാണ് വർഗീയതയും വിഭാഗീയതയും ഫലപ്രദമായി ചെറുക്കാൻ കഴിയുന്നത്. ഇതിൽ എന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് സന്ദീപാനന്ദഗിരി ഗീതയിലൊരു ശ്ലോകം തന്നെയാണ് ഉദ്ധരിക്കുന്നത്. ആ ശ്ലോകം സംസ്കൃതത്തിലായതുകൊണ്ട് എനിക്ക് മുഴുവൻ അങ്ങനെ സ്പീഡിൽ വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നുണ്ട്. നീതിക്കായി പോരാടുന്ന വിപ്ലവകാരിയായ അർജുനനും മനുഷ്യ സ്നേഹത്തിന്റെ ആത്മീയ ബോധമായ കൃഷ്ണനും ഒരുമിച്ച് നിൽക്കുന്നിടത്താണ് ഐശ്വര്യവും യശസ്സും കീർത്തിയും ധാർമ്മികതയും നിലനിൽക്കുന്നത്. ഇതിൽ സന്ദീപാനന്ദഗിരി പറയുന്നത് സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ നമ്മെ ക്ഷണിക്കുന്നത് ആ സംഗമത്തിലേക്കാണ്, മനുഷ്യനെ കേന്ദ്രത്തിലിരുത്തിയ ഒരു കേരളത്തിലേക്ക്. ഇത് വളരെ ഒരു നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ അതിനകത്ത് നമ്മൾ പലപ്പോഴും CPM ആയാലും ഇടതുപക്ഷ പാർട്ടികളായാലും പലപ്പോഴും ഈ മതവിശ്വാസികളെ ആദ്യകാലത്ത്, ഇപ്പം അല്ല, ഇപ്പം മതവിശ്വാസികളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ട് പരാജയപ്പെട്ടൊരു പാർട്ടിയായിട്ട് തോന്നും. എന്നാൽ പോലും നേരത്തെ കാലത്ത് വിശ്വാസീനെ അങ്ങ് എതിർക്കുക, അതായത് ശബരിമലയിൽ പോകുന്ന ഒരാൾ എതിർക്കുക, അല്ലെങ്കിൽ ഗുരുവായൂരിൽ പോകുന്ന ഒരാൾ എതിർക്കുക, അതിന് അഥവാ ഒരു CPM വിശ്വാസി മതവിശ്വാസിയായ ഭാര്യയുടെ കൂടെ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിന് വേറെ തൊടുന്യായങ്ങൾ പറയുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ വിശ്വാസികളെ ആകെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവണത വേണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പം തോന്നുന്നുണ്ട്. പക്ഷെ ജയരാട്ടന് പണ്ടേ തോന്നിയിട്ടുണ്ടോ? നേരത്തെ തോന്നിയിട്ടുണ്ട്. നേരത്തെ തോന്നിയത് വെറുതെ പറയുന്നതല്ല. യഥാർത്ഥത്തിൽ ഈ യാന്ത്രികമായിട്ട് ഒരു സിദ്ധാന്തത്തെ
പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പഠിച്ചപ്പോൾ മാർസ് ജീവിച്ചിരിക്കുക തന്നെ ഒന്നാം ഇന്റർനാഷണലിൻ്റെ കാലത്ത്, വെസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അല്ല, കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ 1917 ശേഷമായി 19 കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ റഷ്യൻ വിപ്ലവത്തിന് ശേഷം. അതിനു മുമ്പേ വർക്കിംഗ് മെൻസ് ഇന്റർനാഷണൽ. അപ്പോ തൊഴിലാളി വർഗ സാർവദേശീയ സംഘടനകളാണ്. അക്കാലത്ത് 1882 അന്ന് ഒരു സൈദ്ധാന്തികനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ബക്കുനിൻ എന്നാണ്. ബക്കുനിൻ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ബക്കുനിൻ വിപ്ലവമാണല്ലോ. അന്ന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഒരു കാഴ്ചപ്പാടല്ലല്ലോ. സമരങ്ങൾ രൂക്ഷമായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മുതലാളിത്ത ഭരണാധികാരത്തെ അട്ടിമറിച്ചുകൊണ്ട് തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം, എല്ലാവർക്കും ജനാധിപത്യം നൽകുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം എന്നാണ്. റവല്യൂഷനാണല്ലോ വിപ്ലവം. അപ്പൊ ആ വിപ്ലവത്തിന്റെ ഒരു കാര്യപരിപാടി ബക്കുനിൻ മുന്നോട്ട് വെച്ചു. അതിൽ ഒന്നാമത്തെ അജണ്ട നിരീശ്വരവാദം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്സ് പറഞ്ഞു, അല്ല, നിങ്ങൾ ജനങ്ങളുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിലാണ് ഇടപെടേണ്ടത്. ആ പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സമരങ്ങളാണ് സംഘടിപ്പിക്കേണ്ടത്. അപ്പോൾ അതിൽ വിശ്വാസികൾ കൂടി വരും ഇതാണ്. അപ്പോൾ അത്തരമൊരു കാഴ്ചപ്പാട് മാർക്സിന് തന്നെ ഉണ്ടായിരുന്നു. നിരീശ്വരവാദ പ്രചരണമാണ് ഒന്നാമത്തെ അജണ്ടയായിട്ട് വരേണ്ടത് എന്ന ബക്കുനിന്റെ വാദത്തെ എതിർത്തുകൊണ്ട നിലപാട് മാർക്സ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പിന്നെ പലരും ഈ മാർക്സിന്റെ ഒരു ഉദ്ധരണി പറയാറുണ്ടല്ലോ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ആ വാചകം മാത്രം പറയും. അതിന് തൊട്ട് മുമ്പേ മാർക്സ് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. മതം ആത്മാവില്ലാത്ത ലോകത്തിന്റെ ആത്മാവാണ്, ഹൃദയമില്ലാത്ത ലോകത്തിന്റെ ഹൃദയമാണ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അവസാനത്തെ വാചകം മാത്രം പറയാം. അപ്പൊ മതപൗരോഹിത്വം ഒക്കെ കാണിക്കുന്ന നിഷേധാത്മകമായിട്ടുള്ള പ്രവണതകളുണ്ട്. അതിനെ നമ്മൾ എതിർക്കണം. അതേസമയം ഒരു സാധാരണക്കാരനായിട്ടുള്ള തൊഴിലാളി, കൃഷിക്കാരൻ, പാവപ്പെട്ടവൻ, അവൻ ഒരു ആരാധനാലയത്തിൽ പോയി ആരാധിക്കുന്നു, അത് വിപ്ലവ വിരുദ്ധമാണ് എന്ന കാഴ്ചപ്പാട് നമ്മൾ എടുക്കേണ്ടതില്ല. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ, ഞാനൊക്കെ ആ നിലപാട് നേരത്തെ എടുത്തിട്ടുണ്ട്. അതായത് പക്ഷെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പരസ്യമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ പാർട്ടിയുടെ ഈ സംഘടനാ രീതിക്കനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്കൊറ്റക്ക് പറയാൻ പറ്റില്ല. അതേസമയം പാർട്ടിക്കകത്ത് പറഞ്ഞിട്ട് നമ്മുടെ നിലപാടിലേക്ക് പാർട്ടി എത്തിക്കലാണല്ലോ. അതാണ് ചെയ്യേണ്ടത്. ഉൾപാർട്ടി സമരം എന്നതിനാ പറയുക. ജനാധിപത്യം ഉണ്ടല്ലോ. വേറൊരു പാർട്ടിക്കും അകത്തും ഇല്ലാത്ത ഉൾപാർട്ടി ജനാധിപത്യം പാർട്ടിക്കകത്തുണ്ട്. ആ ഉൾപാർട്ടി ജനാധിപത്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ അതിനകത്ത് അംഗീകരിപ്പിക്കാനുള്ള ഒരു പോരാട്ടം നടത്തുക, സമരം നടത്തുക. ഇപ്പോ കൃത്യമായിട്ട് നമുക്ക് പറയാനാവുന്നത്, ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് രാജ്യത്ത് മുന്നോട്ട് പോകുന്നത്? അവർ അധികാര കസേരയിൽ ഉറപ്പിച്ച് നിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്തിനെയാണ് അവർ ഉപയോഗിക്കുന്നത്? വിശ്വാസത്തെയാണ്. രാമരാജ്യം, രാമക്ഷേത്രം, പള്ളി പൊളിക്കുക എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഒരു ഇതര മതവിരോധം ഉണ്ടാക്കി ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഉണ്ടാക്കി അധികാരത്തിൽ വരുന്നു. നിങ്ങൾ കേരളത്തിന്റെ സാഹചര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. കേരളത്തിന്റെ സാഹചര്യം വരുന്നിടത്ത് വിശ്വാസികളെ വർഗീയതയിലേക്ക് വഴിതെറ്റിക്കാനുള്ള ആസൂത്രണം നടക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണ് അതിനോട് സമീപനം സ്വീകരിക്കേണ്ടത്? ലെനിൻ പറഞ്ഞിട്ടുണ്ട്, മൂർത്തമായ സാഹചര്യത്തിന്റെ മൂർത്തമായ പ്രയോഗം, ആ സാഹചര്യത്തിലെ മൂർത്തമായ പ്രയോഗം, ഒരു കോൺക്രീറ്റ് സിറ്റുവേഷൻ. അപ്പോൾ വിശ്വാസികളെ വർഗീയ രാഷ്ട്രീയത്തിലേക്ക് നയിക്കാനും അതിനെ ഉപയോഗിച്ചുകൊണ്ട് കോർപ്പറേറ്റുകളുടെ കൊള്ളക്ക് എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കാനും ശ്രമിക്കുന്ന ഘട്ടത്തിൽ തൊഴിലാളി വർഗത്തിന്റെ കടമ എന്താണ്? കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷക്കാരുടെയും കടമ എന്താണ്? ആ വിശ്വാസികളെ ചേർത്ത് പിടുത്ത് വർഗീയതയെ ഒറ്റപ്പെടുത്തുക. അതിന് വിശ്വാസികളുടെ അടക്കമുള്ള മൂർത്തമായ ജീവിത പ്രശ്നങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരെ ഇടപെടുന്നതാണ് ശരിയായിട്ടുള്ള രീതി. അതിലേക്ക് പാർട്ടി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇപ്പം ലെനിൻ ഒരൊറ്റ മതത്തിനെയായിരുന്നു അഭിമുഖീകരിക്കേണ്ടിയിരുന്നത്. കാരണം ക്രിസ്ത്യാനിറ്റിയിൽ തന്നെ വിവിധ പ്രാതിനിധ്യങ്ങളുള്ള വിവിധ സഭകളുണ്ട്. എന്നാൽ പോലും ഒരു വിശ്വാസത്തിനെയാണ്. ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ, ഇവിടെ ഇപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പല മതവിഭാഗങ്ങളാണ്, പലതും വോട്ട് ബാങ്കുകളാണ്.
അപ്പോൾ ഇതിനെ ഒന്നിനോട് ചാരി നിൽക്കുക, ഒന്നിനെ എതിർക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഗതികൾ. ഞാനിപ്പോൾ ഈ റീസെന്റ് ഇലക്ഷനിൽ അല്ലെങ്കിൽ ജയരാട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഹിന്ദു മേജർ വോട്ട് ഷെയർ വാങ്ങുക എന്നുള്ള രീതിയിൽ CPIM പ്രത്യേകിച്ചും അത് എന്ത് ചെയ്തു, ഒരു ഭയങ്കര ആൻറ്റി മുസ്ലിം ആയിട്ടുള്ള ഒരു 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 സമീപനം സ്വീകരിച്ചു എന്ന് പൊതുവെ തോന്നുന്ന ഒരു രീതി എനിക്കുണ്ടായ അഭിപ്രായം. കാരണം വെച്ചാൽ അതായത് മുസ്ലിങ്ങളായ എല്ലാവരും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്നുള്ള രീതിയിലേക്ക് ഒരു ഒരു സിംഗിൾ ഇതിലേക്ക്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം പ്രസ്ഥാനങ്ങളൊന്നുമല്ല. കേരളത്തിൻ്റെ പ്രശ്നവും പിന്നെ ജയരാട്ടനൊക്കെ സംസാരിക്കുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ പ്രശ്നം അത് പല രീതിയിൽ വരുന്നു, അല്ലെങ്കിൽ ജാതിവൽക്കരിക്കപ്പെടുന്ന മതവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹ മനസ്സൊക്കെയാണ്. പക്ഷേ ആ രീതിയിലേക്ക് പോകുന്ന സമയത്ത് അതൊരു വലിയ ഇഷ്യൂ അല്ലേ? കാരണം ഈ മതപ്രീണനം അല്ലെങ്കിൽ വോട്ട് ബാങ്ക് പ്രീണനം എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലെനിൻ അഭിമുഖീകരിച്ച പോലെയല്ല, ഇവിടെ വളരെ ഭീകരമായിട്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. പല മതങ്ങളെയും പ്രീണിപ്പിക്കണം എന്നുള്ള ഒരു തോന്നൽ, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അതില് ഈ റഷ്യയിലോ ചൈനയിലോ മറ്റ് വിപ്ലവം നടന്നിട്ടുള്ള രാജ്യങ്ങളിലോ സോഷ്യലിസം നിലനിൽക്കുന്ന രാജ്യങ്ങളിലോ ഉള്ള അതേ പരിതസ്ഥിതിയായിരിക്കില്ല ഇന്ത്യയിലുള്ളത്. ഇതാണ് ഓരോ രാജ്യത്തിന്റെയും സവിശേഷമായ പരിതസ്ഥിതിയിൽ മാർക്സൻ ലെനിനിസത്തിന്റെ പ്രയോഗം ആണ്. സിദ്ധാന്തം ഒരുവിടലല്ല, സിദ്ധാന്തം പൊതുവായിട്ടുള്ളതാണ്. ആ സിദ്ധാന്തം ഓരോ മണ്ണിന്റെയും സവിശേഷതക്കനുസരിച്ച് പ്രയോഗിക്കണം. അങ്ങനെയാണല്ലോ മണ്ണറിഞ്ഞ് വിത്തിടുക, അങ്ങനെയാ മണ്ണറിഞ്ഞിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ് കൃഷിക്കാരുടെ രീതി. അതേപോലെ ഇന്ത്യൻ സമാജത്തിന്റെ സവിശേഷമായിട്ടുള്ള മേന്മ, സവിശേഷമായിട്ടുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇടപെടണം. അങ്ങനെ വരുമ്പോൾ കമൽറാം പറഞ്ഞ പോലെ ബഹുമത വിശ്വാസങ്ങൾ ഇവിടെയുണ്ട്. അതാണ്, ഒട്ടേറെ മതങ്ങളുണ്ട്. അപ്പോൾ അതിൽ എല്ലാ മതങ്ങളും ഒരേ നിലയിലാണോ പ്രവർത്തിക്കുന്നത്? നിങ്ങളിപ്പം ഇസ്ലാം മതവിശ്വാസികൾ അത് ഖുറാനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു മതഗ്രന്ഥമുണ്ട്, ഒരു സ്രോതസ്സുണ്ട്, അവിടെ ആശയപരമായിട്ടുള്ള സ്രോതസ്സുണ്ട്. ആ ഖുറാനെ പറ്റി തന്നെ തർക്കങ്ങളുണ്ട്, നിരവധി പേര് നിരവധി രീതിയിൽ വിശ്വസിക്കുന്നത്. ഇപ്പുറത്ത് ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്രിസ്തീയ വിശ്വാസികൾ നിൽക്കുന്നത്. അതിനകത്ത് ഒട്ടേറെ അവാന്തര വിഭാഗങ്ങൾ, വിവിധ സഭാ വിഭാഗങ്ങൾ. എന്നാൽ ഹിന്ദു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായിട്ടൊരു സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ ജാതി. ലോകത്തൊരിടത്തുമില്ലാത്ത ജാതിയാണല്ലോ ഈ ഇന്ത്യയിൽ. എത്രയാ 65,000-ഓളം ജാതികളുണ്ടെന്നാണ് ഒരു കണക്ക്, മനസ്സിലായില്ലേ? അപ്പൊ ജാതികൾ ഉപജാതികളൊക്കെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ജാതി മത സ്വത്വ പ്രശ്നങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം? അംബേദ്കർ ഈ ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളിൽ മാത്രം ഊന്നി. ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റുകാര് വർഗ പ്രശ്നങ്ങളിൽ മാത്രം ഊന്നി. ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്, അത് അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമാണ്. ഈ അംബേദ്കറും സനാതനികളും എന്നുള്ള അധ്യായത്തിൽ ഇത് ആനന്ദ് തൽത്തുംദെ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം അതില് ഈ ജാതീയമായിട്ടുള്ള സ്വത്ത് പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യണം. ആര്? കമ്മ്യൂണിസ്റ്റുകാർ. ജാതി സ്വത്വബോധമുണ്ട് സമൂഹത്തിൽ. നമ്മളിപ്പോ എങ്ങനെയാ ഈ ജാതി പ്രാവർത്തികമാവുന്നത്? വിവാഹം, മരണം, ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലാണല്ലോ ജാതി വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. അപ്പോ ജാതി സ്വത്വബോധമുള്ള സമൂഹത്തിൽ, മതപരമായ സ്വത്വബോധമുള്ള സമൂഹത്തിൽ അവരെ അഭിമുഖീകരിക്കുന്ന സ്വത്വ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിലെ പിന്നോക്ക ജാതി OBC ആണല്ലോ, ഈഴവ, അതുപോലെ തന്നെ തീയ അടക്കമുള്ള OBC വിഭാഗം. OBC വിഭാഗം നേരത്തെ അഭിമുഖീകരിച്ച ഒരു സ്വത്വ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണ്? സർക്കാർ സർവീസിൽ പ്രാതിനിധ്യമില്ലായ്മ. അതാണ് സാർവത്രിക വോട്ടവകാശമില്ലായ്മ. അതാണല്ലോ നിവർത്തന പ്രക്ഷോഭം. 1935 C കേശവൻ, SNDPയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന C കേശവൻ നടത്തിയിട്ടുള്ള ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കോഴഞ്ചേരി പ്രസംഗമുണ്ട്. ആ കോഴഞ്ചേരി പ്രസംഗത്തിൽ സർ CP രാമസ്വാമിയെ ജന്തു എന്ന് വിശേഷിപ്പിച്ചു. എന്ന് മാത്രമല്ല, ആ ജന്തു ഹിന്ദുവാണ് എന്നും പറഞ്ഞു. മനസ്സിലായില്ലേ? ഇന്ന് പറയാൻ പറ്റുമോ അത്? ഇല്ല. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നേരെ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കേന്ദ്രത്തിന്റെ സമീപനത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ജാതി വിഭാഗത്തെയും പ്രീണിപ്പിക്കാതെയും ഒരു മതവിഭാഗത്തെയും പ്രീണിപ്പിക്കാതെയും ജാതി സ്വത്വ പ്രശ്നങ്ങൾ, മതപരമായ സ്വത്വ പ്രശ്നങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റെടുക്കണം. അപ്പോൾ അങ്ങനെ ഏറ്റെടുക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും
ഈ സ്വത്ത് രാഷ്ട്രീയത്തെ നമ്മൾ എതിർക്കേണ്ടി വരും. ഇതാണ് ജാതി സ്വത്ത് രാഷ്ട്രീയത്തെ നമ്മൾ എതിർക്കുന്നു, മതപരമായ സ്വത്ത് രാഷ്ട്രീയത്തെ എതിർക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില വിമർശനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉന്നയിക്കേണ്ടി വരും. അപ്പോൾ അന്നേരത്തെ എന്താ പറയുക, ഈ വിമർശനം ഞങ്ങൾക്ക് നേരെയാണ് ഉന്നയിക്കുന്നത്, അത് ബോധപൂർവമാണ്, അത് മറ്റുള്ളവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹിന്ദുത്വ വർഗീയതയുടെ ഇടപെടൽ കേരളീയ സമൂഹത്തിൽ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ അതിനെ എതിർത്തിട്ടുണ്ട്. നിങ്ങൾ ജനറലായിട്ടൊരു തത്വം പറഞ്ഞിട്ട് CPIM ഈ പ്രീണനത്തിന് വേണ്ടി ശ്രമിക്കുന്നു, വോട്ടിന് വേണ്ടി അല്ല. ഞാനത് ഇപ്പം നടക്കുന്ന സംഗതിയാണ് പറഞ്ഞത്. അല്ല, ഇപ്പം അല്ല, അത് ചരിത്രം മൊത്തം ചരിത്രത്തിൽ CPM എടുത്ത നിലപാടാണല്ലോ നമ്മൾ പരിശോധിക്കുക. ഈ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വേണ്ടത്ര വിമർശനം ഉന്നയിച്ചോ അത് നമുക്ക് പരിശോധിക്കാം, നമുക്ക് സ്വയം വിമർശനം നടത്താം. പക്ഷേ കേരളത്തിൽ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം അധിനിവേശം നടത്താൻ വേണ്ടി എത്ര വർഷമായി അവർ പരിശ്രമിക്കുന്നു. കേരളത്തിലെ RSSന്റെ ശാഖാപ്രവർത്തനം 1942 തുടങ്ങിയതാണ്. ഇന്ന് അവരവകാശപ്പെടുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ശാഖാപ്രവർത്തനം നടക്കുന്നത് കേരളത്തിലാണ്. 2 സംസ്ഥാനങ്ങളാണ്. പക്ഷെ എന്തേ ഗുജറാത്ത് പോലെ കേരളമാവാത്തത്? എന്തേ ഒരു മധ്യപ്രദേശ് പോലെ കേരളമാവാത്തത്? അത് കോൺഗ്രസ് ആണോ അതിന് തടസ്സം? അല്ല. മുസ്ലിം ലീഗാണോ? മുസ്ലിം വിരുദ്ധമാണല്ലോ RSS. പക്ഷേ അവർ നടത്തുന്ന ഓരോ പരിശ്രമങ്ങളെയും കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധ മതിൽ ഉയർത്തിയത് CPM ആണ്. ഫലമായി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കേണ്ടി വന്നത് CPM ആണ്. അതിൽ സംശയമൊന്നുമില്ല. ഞാൻ ഈ ഒരു ഭാഗം. അപ്പോ നമ്മളിപ്പോ ഈ ലീഗിനെ എതിർക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നു. അപ്പൊ അവര് പറയുന്നത് എന്താ, ഇത് CPIM മോദി മോഡൽ, RSSുമായിട്ട് ഡീൽ എന്ന് മാത്രമല്ല ഇസ്ലാമോഫോബിയ, ആ ഇസ്ലാം ഭീതി ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാരം നടത്തുന്ന പ്രചരണം പോലെ അത് CPM ഏറ്റെടുക്കുന്നു എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വർഗീയതയും എതിർക്കുക, അതേസമയം ഈ മതവിഭാഗങ്ങളിലൊക്കെയുള്ള വിശ്വാസികളെ നമ്മുടെ പക്ഷത്ത് ചേർക്കുക, മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുക. ഇതാണ് പൊതുവിൽ കൈക്കൊള്ളുന്ന സമീപനം. അതിനുവേണ്ടി വലിയ ത്യാഗം സഹിച്ച പാർട്ടിയാണ് CPIM. അത് നിങ്ങൾ മറന്നുകൊണ്ട് അതിലൊരു സംശയമില്ല. അതിന് കൊടുത്തിരിക്കുന്ന രക്തസാക്ഷികളുടെയും പിന്നെ അതിനുവേണ്ടി ഉള്ള പോരാട്ടങ്ങളെയും കുറിച്ച്. പക്ഷെ എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഈ പ്രത്യേകിച്ച് ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പൊതുവെ ഉണ്ടായിരുന്ന ഒരു വികാരം, എനിക്കുൾപ്പെടെ ഉണ്ടായിരുന്ന ഒരു വികാരം എന്ന് വെച്ചാൽ, ഒരു പൊതുവെ പാർട്ടി ഒരു ആൻറ്റി മുസ്ലിം ഒരു റെട്ടോറിക്കിലേക്ക് വീണുപോയോ എന്നുള്ളൊരു സംശയം. കാരണം അതിൻ്റെ മുമ്പ് പലതവണ, അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു നൂൽ പ്രസ്ഥാനമാണ്. അതിൻ്റെ ആശയങ്ങൾ എത്ര ദൃഢമാണെങ്കിലും, ഇപ്പം നമ്മൾ പറയുമല്ലോ, ഇപ്പം ഒരു മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയം പലപ്പോഴും ദൃഢമായിരിക്കും. പക്ഷെ അവർ ഇന്ത്യൻ ഓഡിറ്റിംഗ്, അക്കൗണ്ടിങ് ഇതൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതും എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിന് അവരെ കണ്ട് നിരോധിക്കാവുന്നതൊക്കെ ആയിട്ടുള്ള പ്രസ്ഥാനമാണ്. പക്ഷെ അതങ്ങനെ സംഭവിക്കാത്തടത്തോളം അവർ പ്രവർത്തിക്കുന്ന ഒരു ഓപ്പൺ സൊസൈറ്റിയിലാണ്. അപ്പോൾ അവരെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാ പ്രസ്താവനകളും, എനിക്ക് ഓർമ്മയുണ്ട് ദേശാഭിമാനിയിൽ വന്ന ഒരു ലേഖനം പോലും മുസ്ലിം ലീഗ് പോലും ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞൊരു ലേഖനം വന്നു ഇലക്ഷൻ്റെ മുമ്പ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള മുസ്ലിം പ്രസ്ഥാനങ്ങളും മുസ്ലിം റെപ്രസെൻറ്റേഷനുകളും വർഗീയമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ഈവൻ KEനെ പോലും തിരസ്കരിക്കുന്നത്, കഴിഞ്ഞ ഇലക്ഷനിലൊന്നും KEനെ കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തുക പോലും ചെയ്തില്ല. കാരണം KEനെതിരെ ഒരു CPM വിങ് തന്നെ പ്രവർത്തിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ആ തരത്തിലുള്ള നീക്കങ്ങൾ എപ്പോഴും പാർട്ടിക്ക് അപകടമല്ല ഉണ്ടാക്കുക. അങ്ങനെ കാണാൻ പാടുണ്ടോ? ഇപ്പം ജയരാട്ടൻ തന്നെ പറയുന്നു, കൂടെ പിടിച്ച് വിശ്വാസികൾ എന്നുള്ളൊരു വിഭാഗത്തിനെയും കൂടെ പിടിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ എന്തെങ്കിലും തോന്നൽ ജയരാട്ടൻ ഉണ്ടായിട്ടുണ്ടോ? അതായത് RSSനെ എതിർക്കേണ്ട ഏതെങ്കിലും സന്ദർഭത്തിൽ CPIM എതിർക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല. ലീഗിനെ എതിർക്കേണ്ട സന്ദർഭത്തിൽ എതിർത്തിട്ടുണ്ട്. സമകാലീന പ്രശ്നമാണല്ലോ വഖഫ് ബോർഡിലെ നോമിനേഷൻ, സമകാലീന പ്രശ്നമാണല്ലോ. നിങ്ങൾ അതിൽ CPM ഒരു നിലപാടെടുത്തു നേരത്തെ. എന്താ നിലപാടെടുത്തത്? വഖഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഇസ്ലാം മത വിശ്വാസി തൻ്റെ സ്വയാർജിതമായിട്ടുള്ള സ്വത്തോ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് തനിക്ക് അവകാശപ്പെട്ട സ്വത്തോ ദീനിന് വേണ്ടി സമർപ്പിക്കുകയാണ്, ഇഷ്ടദാനം കൊടുക്കലാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. ആ സ്വത്തുകൾ കൈകാര്യം ചെയ്യുന്നത് വ്യക്തിപരമായിട്ട് മുതവല്ലിമാരാണ്. അതിൻ്റെ വരുമാനം നിരാലംബരെ, അനാഥരെയൊക്കെ സഹായിക്കാനുള്ളതാണ്. അപ്പൊ അത് നിയമപരമായി ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട വഖഫ് ബോർഡിൽ അമുസ്ലിം പ്രതിനിധികൾ വരിക. ഇതാണല്ലോ ഇതിൽ സർക്കാർ കൃത്യമായിട്ട് നിലപാടെടുത്തിട്ടുണ്ടല്ലോ.
അതേസമയം ലീഗ് വിരുദ്ധമായിട്ടുള്ള നിലപാട് ഒരു ഘട്ടത്തിൽ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കേണ്ടി വന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ 2026 2021 ഡിസംബറിൽ എന്താ ലീഗ് ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം ചേർന്നിട്ട് വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥ നിയമനങ്ങളിൽ അമുസ്ലിങ്ങൾ വരാൻ വേണ്ടി പോകുന്നു. ഇത് പിണറായി വിജയന്റെയും LDFന്റെ ഒരു അജണ്ടയാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഈ കോഴിക്കോടല്ലേ അവര് പ്രകടനം നടത്തിയ കടപ്പുറത്ത്? അതിന്റെ പശ്ചാത്തലം നിങ്ങൾ നോക്കൂ. എന്താ അവര് പറഞ്ഞിട്ടുള്ളത്? വഖഫ് ബോർഡിൽ അവിടെ 50-ൽ താഴെയാണ് പെർമനന്റ് തസ്തികകളുള്ളത്. ഒഴിവ് വരുന്ന തസ്തികകളിലേക്ക് സുതാര്യമായിട്ട് നിയമനം നടത്തണം. അത് PSCക്ക് വിട്ടു. അപ്പോൾ പറഞ്ഞു ഇത് അമുസ്ലിങ്ങൾ വന്നേക്കും. അന്ന് പിണറായി വിജയൻ ഇടപെട്ടു, മുഖ്യമന്ത്രി എന്ന നിലക്ക്. ജിഫ്രി തങ്ങളെയും കാന്തപുരം മുസ്ലിയാരെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സുതാര്യമായിട്ട് നിയമനം നടത്തേണ്ട ഒരു ആവശ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അമുസ്ലിങ്ങളെ തിരികെ കയറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ബോർഡിന് കൊടുക്കാം. കൊടുത്തല്ലോ. ജിഫ്രി തങ്ങളും കാന്തപുരം മുസ്ലിയാരും ആ പ്രക്ഷോഭത്തിന് പിൻവാങ്ങി. എന്തായിരുന്നു അന്ന് ലീഗ് തീരുമാനിച്ചത്? നിങ്ങൾ നോക്കണം, മതവികാരം ഇളക്കി വിടുക. ആര്? പിണറായി വിജയനും ഗവൺമെന്റിനെതിരായിട്ട്. അന്ന് വെള്ളിയാഴ്ച കുത്തുബ പ്രസംഗത്തിൽ പിണറായി വിജയന്റെ ഈ അമുസ്ലിങ്ങളെ ഖാദി ബോർഡ് പിന്നെ ഈ വഖഫ് ബോർഡിന്റെ തസ്തികളിലേക്ക് നിയമിക്കാൻ വേണ്ടിയുള്ള നീക്കമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ മതവിശ്വാസികൾ വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന അവസരത്തിൽ കുത്തുവ പ്രസംഗത്തിൽ സർക്കാർ വിരുദ്ധ പ്രസംഗം നടത്താനല്ലേ എന്ന് ലീഗ് ശ്രമിച്ചത്. അതിനെ എതിർക്കണ്ടേ? എതിർത്തിട്ടില്ലേ നമ്മള്? എതിർത്തിട്ടുണ്ട്. അപ്പൊ RSSനെയും എതിർത്തിട്ടുണ്ട്, മുസ്ലിം വർഗീയ പരിശ്രമങ്ങളെയും എതിർത്തിട്ടുണ്ട്, എല്ലാറ്റിനെയും എതിർത്തിട്ടുണ്ട്. ഏതെങ്കിലും എതിർത്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? അല്ല, എതിർത്തിട്ടില്ല എന്നല്ലേ ഞാൻ ചോദിക്കുന്നത്. എനിക്കിപ്പം വളരെ പെർട്ടിക്കുലർ ആയിട്ട് ജയരേട്ടനോട് ചോദിക്കാനുള്ള ചോദ്യം, ജയരേട്ടൻ ഈ മുസ്ലിം ലീഗിനെ RSS പോലെയോ അല്ലെങ്കിൽ അതുപോലുള്ള വേറെ ഒരുപാട് തീവ്ര വർഗീയ സംഘടനകൾ പല മതങ്ങളിലുണ്ട്, അതിൽ ആരെങ്കിലും കൂട്ടത്തിൽ കൂട്ടുന്നുണ്ടോ മുസ്ലിം ലീഗിന്? അതായത് കമൽ റാം ഈ 2 കൊല്ലം മുമ്പ് എൻ്റെ ഒരു പുസ്തകം വന്നത്, അന്നും വിവാദമായല്ലോ. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച കേരളം മുസ്ലിം രാഷ്ട്രീയം ആ പുസ്തകം അതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വേറെ തന്നെയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് ജമാഅത്തെ ഇസ്ലാമിയെ പോലൊരു സംഘടനയാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് ചിലപ്പോഴെങ്കിലും ലീഗ് സ്വീകരിക്കുന്നുണ്ട്. ഒരിക്കലും എനിക്ക് തോന്നുന്നു അങ്ങനെ സ്വീകരിച്ചില്ല ഒരിക്കലും. മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, നമ്മൾ പറയുന്ന ഇപ്പോൾ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് വേറെയാണ്, ബംഗ്ലാദേശിലെ മുസ്ലിം ലീഗ് വേറെയാണ്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് UML അങ്ങനെ ഒരു നിലപാട് എടുക്കുമോ മതരാഷ്ട്രവാദത്തിന് വേണ്ടിയിട്ട്? ഒറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് തുർക്കിയിലെ ഹാഗിയ സോഫിയ ഇഷ്യൂ ഉണ്ടായ സമയത്ത് പാണക്കാട് തങ്ങൾ ചന്ദ്രികയിൽ ലേഖനം എഴുതിയിട്ടില്ലേ? അല്ലേ? ഇന്ത്യൻ മതരാഷ്ട്രവാദ അല്ലല്ല. അതായത് ഒന്ന്, അതൊരു മ്യൂസിയമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യം. മ്യൂസിയമാണ്. നേരത്തെ ക്രിസ്തീയ ദേവാലയമായിരുന്നു. പിന്നീട് ഗവൺമെന്റ് വന്നപ്പോ അതൊരു മ്യൂസിയമായി, പുരാവസ്തുവായിട്ട് എല്ലാവർക്കും ചെന്ന് കാണാനുള്ള ഒരു സ്ഥലമായിട്ട് നിൽക്കുന്ന താജ്മഹലൊക്കെ പോലെ. അതെ. അത് മുസ്ലിം വിഭാഗത്തിന് പിന്നെ കൈമാറ്റം ചെയ്തപ്പോൾ അതിൽ ആഹ്ലാദിച്ച് ലേഖനം എഴുതിയിട്ടുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, നിങ്ങൾ നോക്കൂ, കൃത്യമായിട്ടുള്ള വർഗീയ പ്രചരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടില്ലേ? തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ CPMന്റെ സ്ഥാനാർത്ഥിയാണ് സഖാവ് PPV മുസ്തഫ. എന്താ അവിടെ ചെയ്ത്? ഞാനവിടെ ഇലക്ഷനിലെ റിസൾട്ടിനെ തുടർന്ന് ഒരു കമ്മിറ്റി മീറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, അതായത് ഇദ്ദേഹം ഈ മുസ്തഫ ഇസ്ലാമിൻ്റെ ചര്യ പിന്തുടരാത്തയാളാണ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അത് നാടൻ ഭാഷയിൽ എല്ലാ വീട്ടിലും മുസ്ലിം വീടുകളിൽ പോവുക. എന്നിട്ട് ആരെയാ ജയിപ്പിച്ചത് RSSന്റെ കാക്കി ട്രൗസറും ദണ്ഡി എടുത്ത് നടന്ന വിദ്വാനെ ജയിപ്പിച്ചു. അയാള് ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതെ, ഗോഡ്സെ എന്താ വലിയ കുറ്റം ചെയ്തത്? ചെറുതായിട്ടൊന്ന് ഗാന്ധിജിയെ വെടിവെച്ചു. മനസ്സിലായി? ഇങ്ങനെ പറഞ്ഞയാളെ ജയിപ്പിച്ചത് വർഗീയ മതവികാരം ഇളക്കി വിട്ടുകൊണ്ട്. മതവികാരം ഇളക്കി വിടാൻ പലപ്പോഴും ലീഗ് ശ്രമിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കള്ളിയിൽ ലീഗിനെ ചേർക്കുന്നില്ല. രണ്ടിനെയും രണ്ടായിട്ടാണ് എൻ്റെ ഈ പുസ്തകത്തിലും വിലയിരുത്തിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതേ നിലപാട് തന്നെയാണ്. അതേസമയം പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ
വരുതിയിലാണ് ലീഗ് നിൽക്കുന്നത്. ആ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. ഇനി നമ്മൾ ഈ പുസ്തകത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇപ്പം സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന് പറഞ്ഞ് ഇപ്പം നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ വലിയ ഇഷ്യൂ ഏതാണ് സനാതനി എന്നുള്ള DMKയുടെ ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, സനാതന ഹിന്ദുത്വത്തിനെതിരാണെന്നൊക്കെ. ഞാൻ ചോദിക്കുന്നത് ഈ സനാതന ഹിന്ദുത്വത്തെയും എങ്ങനെയാണ് ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്, എങ്ങനെയാണ് ജയരാട്ടൻ അത് വേർതിരിച്ച് കാണുന്നത്? അതായത് ഹിന്ദു വിഭാഗങ്ങൾ എന്നാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. ഹിന്ദു വിഭാഗങ്ങൾ. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് ഹിന്ദു മതം എന്ന മതമേ ഇല്ലല്ലോ എന്നതാണ്. അതെ. എന്ന് മാത്രമല്ല സനാതനികൾ സ്മൃതി നോക്കി ഭരിക്കുന്നവരല്ലേ എന്നും ഗുരു പറയുന്നുണ്ട്. ഉണ്ടായിട്ടുണ്ടോ റീസെന്റ് ഏതില്? പുതിയ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ ഉണ്ടല്ലോ. അല്ല, അദ്ദേഹം പിന്നെ ഈ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇതിന്റെ അകത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് അതുണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രസക്തി ഉണ്ടോ? ഇപ്പോഴത്തെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ശിവഗിരിയിൽ പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ഈ സനാതന ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് ഗുരുവിനെ സനാതന ഹിന്ദു ധർമ്മ സന്യാസിയായിട്ട് ചിത്രീകരിക്കുക, അങ്ങനെയാണ്. അപ്പോ അത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അവിടെ പൊളിച്ചടക്കി. പിണറായി വിജയൻ പറഞ്ഞു വർണ്ണധർമ്മ വ്യവസ്ഥയാണ് ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്, അത് അസമത്വം നിറഞ്ഞതാണ്. അപ്പൊ അതിനെ നമ്മൾ ശ്രീനാരായണ ഗുരു നമ്മോട് പറഞ്ഞത് അതിനെ ഇല്ലാതാക്കണം എന്നാണ്. അപ്പോ അസമത്വം നിറഞ്ഞിട്ടുള്ള വർണ്ണധർമ്മ വ്യവസ്ഥയെ പൊളിച്ചടുക്കി മാനവധർമ്മം മുന്നോട്ട് വെച്ചിട്ടുള്ള ആളാണ് ഗുരു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം ഉണ്ടല്ലോ, ഇലക്ഷന് തൊട്ട് മുമ്പേയുള്ള മാസങ്ങളിൽ പലയിടത്തും കേരളത്തിൽ ഉടനീളം പ്രത്യക്ഷപ്പെട്ട ബോർഡുകൾ ഹൈന്ദവ മുന്നേറ്റം എന്നിട്ട് അടിയിൽ സനാതന ധർമ്മം ഉയർത്തിപ്പിടിക്കുക എന്ന മുദ്രാവാക്യമാണ് ഉയർത്തിയിരുന്നത്. അപ്പോൾ സനാതന ധർമ്മത്തെ ഇപ്പോഴും ഈ ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ RSSകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് നമുക്കതിന് മറുപടി പറയേണ്ടതുണ്ട്. ചരിത്രത്തിൻ്റെ പുനർവായനയാണ് ആവശ്യപ്പെടുന്നത്. ഇത് മാത്രമല്ല, ഈ പുസ്തകത്തിൽ പലരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഇപ്പോൾ ഗാന്ധി വധം എപ്പോഴാണ് 1948 ജനുവരി 30 ഗാന്ധി വധത്തിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യം എന്താണെന്ന് കോടതിയിൽ ഗോഡ്സെ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നു. പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് ഗോഡ്സെ നൽകിയിട്ടുള്ള മൊഴിയുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് പാകിസ്ഥാന് കൊടുക്കേണ്ട 55 കോടി കൊടുത്തില്ല, അത് കൊടുക്കണം എന്ന് ഗാന്ധി ശഠിച്ചു. അപ്പോൾ അത് മുസ്ലിം പ്രീണനമാണ് എന്ന അടിസ്ഥാനത്തിലാണ്. യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ മുസ്ലിം പ്രീണനമാണോ ഗാന്ധിയോടുള്ള എല്ലാ എതിർപ്പിനും അടിസ്ഥാനം? അല്ല. ഈ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ആദ്യത്തെ വധശ്രമം സനാതനികളാണ് നടത്തിയത്. എന്തായിരുന്നു കാരണം? അയിത്തോച്ചാടനം. മനസ്സിലേ? ഹിന്ദു വിഭാഗങ്ങളിലെ ജാതി അയിത്തം ഉച്ചാടനം ചെയ്യാൻ വേണ്ടിയുള്ള ഗാന്ധിജിയുടെ പരിശ്രമമാണ് ഗാന്ധിജിയെ നിശബ്ദമാക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ ബോംബാക്രമണത്തിന് കാരണം. അത് ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നമുക്ക് പ്രതിരോധിക്കാനാവുക. ഇതിൽ ചില വിമർശകർ, ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഞാൻ നോക്കിയതിനകത്ത് ഈഴവ വിഭാഗം ശരിക്കും CPM-ൽ നിന്ന് അകലുന്നു എന്നുള്ളൊരു തോന്നൽ വരുന്ന സമയത്ത് P. ജയരാജൻ ഇടപെടുന്നു. ഈഴവ വിഭാഗത്തെ തിരിച്ച് CPM-ലേക്ക് കൊണ്ടുവരാനുള്ള ഈയിടെ സംഘപരിവാർ ഹാൻഡിൽ നിന്ന് വന്ന പ്രചരണം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ CPM ശ്രമം, അതിന് സംസ്ഥാനതല ചുമതല P. ജയരാജൻ നൽകി. ഈ പുസ്തകം വായിക്കപ്പെടുന്നു, വായനാ സമൂഹം സ്വീകരിക്കപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് വന്നപ്പോ അവരുടെ ഉള്ളുകളികൾ വെളിച്ചത്ത് വരും എന്നതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു ചുമതല എനിക്ക് നൽകിയിട്ടില്ല. അല്ല, ജയരാജൻ അല്ലാണ്ട് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടോ ഈ ഭാഗങ്ങളൊക്കെ ഇതിൽ നിന്ന് അകലുകയാണ്, പ്രസ്ഥാനത്ത് നിന്ന് അകലുകയാണെന്നുള്ള തോന്നലുണ്ടോ? അല്ല, ഈഴവ വിഭാഗം എന്നുള്ളതല്ല. ഞാനല്ല, ഒന്നുകൂടി വിശദീകരിക്കാതെ. കാരണം ചിലപ്പം വെള്ളാപ്പള്ളി നടേശനെ പറ്റി നേരത്തെ ജയരാജൻ പരാമർശിച്ചത് എന്താണെന്ന് വെച്ചാൽ BJP-യുടെ നയപരിപാടികൾ നടപ്പിലാക്കുന്ന ഒരാളാണെന്നാണ്. പക്ഷേ വെള്ളാപ്പള്ളി ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് പ്രീണിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കുള്ളൊരു ഇമേജ് എന്താണെന്ന് വെച്ചാൽ VD സതീശൻ ഒരു വെള്ളാപ്പള്ളി കടുത്ത വിരുദ്ധനും, പിണറായി വിജയൻ എന്നാൽ വെള്ളാപ്പള്ളിയെ ഒരുപാട് പ്രീണിപ്പിച്ചിട്ടുള്ളതും വെള്ളാപ്പള്ളിയുടെ പൊളിറ്റിക്സിനെ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെയൊക്കെ എന്താ പറയുക, പിന്തുണയ്ക്കുന്ന രീതിയിൽ
പാർട്ടി പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആൾ ആണെന്നുള്ള ഒരു വലിയ വിമർശനം വരുന്നുണ്ട്. അപ്പൊ ഈ അവസരത്തിൽ വെള്ളാപ്പള്ളിയെ എങ്ങനെയാണ് പിന്നെ ജയരാട്ടൻ പ്രതിഷ്ഠിക്കുന്നത് ഒരു അല്ല, പൊളിറ്റിക്കൽ സ്ഫിയറിൽ? വെള്ളാപ്പള്ളിയുടെ മലപ്പുറം വിരുദ്ധ പ്രസ്താവനയൊക്കെ വന്നപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതിനെ അപലപിച്ചുകൊണ്ട്, എതിർത്തുകൊണ്ട്. പക്ഷെ ആ എതിർപ്പ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തേണ്ട നിലയിലുള്ള ഒരു ശക്തമായിട്ടുള്ള വിമർശനമായില്ല എന്ന ഒരു സ്വയം വിമർശനം പാർട്ടി പിന്നീട് നടത്തുകയുണ്ടായി. ഇപ്പൊ കേന്ദ്ര കമ്മിറ്റിയുടെ ഇപ്പോൾ റിവ്യൂ റിപ്പോർട്ട് ഇപ്പൊ പബ്ലിക് ഡൊമൈനിൽ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്, ഒരു സ്വയം വിമർശനം നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഞാൻ പറഞ്ഞ അഭിപ്രായം പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശേഷം സ്റ്റേറ്റ് വിമർശനം വേണ്ടത്ര വന്നില്ല എന്നുള്ള ഒരു ആത്മവിമർശനം നടത്തിയതിനെ തുടർന്ന് ഞാൻ പറഞ്ഞൊരു അഭിപ്രായം, അതായത് LDF ഗവൺമെന്റ് കാലത്ത് അതുമായി സഹകരിച്ചുകൊണ്ട് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനാവുക, മകൻ BJP-യുമായി സഹകരിക്കുന്ന മുന്നണിയുടെ ഭാഗമായി BDJS-ന്റെ അധ്യക്ഷനാവുക, ഭാര്യ പ്രീതി നടേശൻ ആലപ്പുഴയിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥിയാണ് എന്ന് വിശേഷിപ്പിക്കുക. ഇതൊരു ബഹുകൃത വേഷമാണ്, ഉദരനിമിത്തം ബഹുകൃത വേഷം. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞത് ബഹുകൃതം എന്നല്ല, ബഹുവിധ വേഷം എന്നാണ്. അപ്പൊ വെള്ളാപ്പള്ളിയെ പോലെയുള്ള പ്രായമുള്ള ഒരാളെ വിമർശിക്കുന്ന അവസരത്തിൽ ബഹുകൃത വേഷം വേണ്ട, ഉദരനിമിത്തം എന്നാണ്. അപ്പോ ബഹുവിധ വേഷം എന്ന വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അത്തരമൊരു വിമർശനം പാർട്ടിയും നടത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ പിന്നെ വളരെ ഇതായിട്ട് ചോദിക്കുകയാണ്, വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത്. ഇപ്പം ജയരാട്ടൻ ഇപ്പം ഈ പാർട്ടിയുടെ വിമർശനങ്ങൾ വരുന്നു, സ്വയം വിമർശനങ്ങൾ വരുന്നു, കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തലുകൾ വരുന്നു, ഇതൊക്കെ വന്നിട്ട് ഇനിയിപ്പം തുറന്നു പറയാവുന്ന സംഗതിയേ ഉള്ളൂ. കാരണം ഈ ഒരു ജാതി രാഷ്ട്രീയവും മതരാഷ്ട്രീയവും, പ്രത്യേകിച്ച് ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ചോദിക്കുകയാണ്, കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ ഇലക്ഷന് CPM-ന്റെ ഭാഗത്തുനിന്ന്, നമ്മളിപ്പം ബാക്കി അതിനകത്തുള്ള ഇപ്പം കടന്നപ്പള്ളിയുടെ പാർട്ടിയോ ശശീന്ദ്രന്റെ പാർട്ടിയോ ഒന്നും അപ്രസക്തമാണ്. കാരണം വെച്ചാൽ അതൊന്നും ഒരു പാർട്ടിയായിട്ട് കേരളത്തിൽ ആരും കാണുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് തോൽവിയും. അപ്പം ഈ അല്ലാത്ത രീതിയിൽ ഇതിനകത്ത് വലിയ രാഷ്ട്രീയ നിർണയം ചെയ്യേണ്ട പാർട്ടിയാണ് CPIM. CPIM-ന്റെ എന്തെങ്കിലും പ്രത്യയശാസ്ത്രപരമായ ഒരു തോൽവി ആയിട്ട് കഴിഞ്ഞ ഇലക്ഷനെ കാണുന്നുണ്ടോ? അല്ല, പ്രത്യയശാസ്ത്രപരമായിട്ട് തോൽവി എന്ന് പറയാൻ പറ്റില്ല, കനത്ത തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ കനത്ത തോൽവിയുടെ കാരണങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിനകത്ത് വിവിധങ്ങളായിട്ടുള്ള വശങ്ങൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഇപ്പൊ ചൂണ്ടിക്കാണിച്ചു. കേന്ദ്ര കമ്മിറ്റി രേഖയെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത്, ആത്യന്തികമായിട്ട് രേഖ. ആ രേഖ വന്നത് എങ്ങനെയാണ്, അതാണ് നമ്മൾ കണ്ടത്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഈ രേഖ വന്നത് ഒരു ഉൾപാർട്ടി ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായിട്ടും 6 ലക്ഷത്തോളം വരുന്ന പാർട്ടി മെമ്പർമാർ സ്വന്തം ഘടകത്തിൽ ഈ തോൽവിയുടെ നാനാ കാരണങ്ങളിലേക്ക് അവർ ആഴത്തിൽ ഇറങ്ങിച്ചെന്നു. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അത് ഒരു തരം ഉൾപാർട്ടി സമരമാണ്. അതിനുള്ള സമയമായോ? അത്രയും ഇതായിട്ടുള്ള ഒരു മെക്കാനിസം? പിന്നെ അതായത് സ്റ്റേറ്റ് കമ്മിറ്റി, ആദ്യം സ്റ്റേറ്റ് കമ്മിറ്റിയാണല്ലോ, സെൻട്രൽ കമ്മിറ്റി പിന്നീടായിരുന്നത്. സ്റ്റേറ്റ് കമ്മിറ്റി, അതിനുശേഷം ജില്ലാ കമ്മിറ്റികൾ, പിന്നെ ഏരിയ കമ്മിറ്റികൾ. ഞാനൊക്കെ പിന്നെ മറ്റ് ജില്ലകളിലാണ് സ്റ്റേറ്റ് കമ്മിറ്റി ഏരിയ കമ്മിറ്റികളിൽ പങ്കെടുത്തത്. അപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അവിടെ വന്ന അഭിപ്രായങ്ങൾ, ബ്രാഞ്ചുകളിൽ വന്ന അഭിപ്രായങ്ങൾ ജില്ലാ കമ്മിറ്റികൾ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിപുലമായിട്ട് ഒരു ഉൾപാർട്ടി ചർച്ചയെ തുടർന്നാണ്, സ്വതന്ത്രവും ഉള്ളു തുറന്നുമായിട്ടുള്ള ഒരു ചർച്ചയെ തുടർന്നാണ് ഇപ്പൊ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അന്തിമമായിട്ട് രേഖ അംഗീകരിച്ചത്. എന്നാൽ ഇത് അന്തിമമാണ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം ആ നിഗമനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി CPM-ന്റെ പ്രവർത്തന ശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇനി വേണം, അതാണ് കോഴിക്കോട് വെച്ച് സെപ്റ്റംബർ 13, 14, 15 വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി. അത് വിവിധ തലങ്ങളിൽ നടക്കും. അപ്പോൾ നമുക്ക് പാർട്ടി സ്വയം ഒന്ന് നവീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ല, ഞാൻ കുറച്ചും കൂടി ഡയറക്റ്റ് ആയിട്ട് ചോദിക്കട്ടെ. കാരണം വെച്ചാൽ ഇപ്പോൾ അതൊരു വേറൊരു സത്യസന്ധമായ ഉത്തരം ജയരാട്ടൻ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ ചോദിക്കുക, കാരണം പറയുന്ന എല്ലാ ഉത്തരങ്ങളും സത്യസന്ധം തന്നെ അല്ല. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, പിന്നെ ഇപ്പം നമ്മൾ പിന്നെ ഒരു പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, ഞാനിപ്പം ഒരു ജേർണലിസത്തിലുള്ള സമയത്തൊക്കെ തോറ്റ സമയത്തൊക്കെ EMS തൊട്ട് നടത്തുന്ന പ്രസ്താവനകളൊക്കെ നല്ല രസകരമായിട്ടുള്ള ഫലിത ബിന്ദുക്കളായിട്ട് കാണുകയും എന്നാ പാർട്ടി ഒന്നും സംഭവിക്കുന്നില്ല, പാർട്ടി തിരിച്ചു വരുന്നു, തോൽക്കുന്നു, തിരിച്ചു വരുന്നു, അത് ആ ഒരു പ്രോസസ്സ് ഉണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ തോൽവി എന്ന് പറഞ്ഞാൽ, കനത്ത തോൽവി എന്ന് പറയുന്നത് ഈ കമ്മിറ്റികൾക്കൊക്കെ അപ്പുറത്ത് ജനങ്ങൾ
ഒരു പൊതുസമൂഹം ആഗ്രഹിച്ച ഒരു തോൽവി പോലെ തോന്നുന്നുണ്ട്. അതിന് പല റീസൺസ്. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ചരിത്രം നോക്കിയാൽ 1957 തെരഞ്ഞെടുപ്പ് ഫലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നു. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെ വലിയ ആവേശമുണ്ടാക്കിയിട്ടൊരു വിധിയാണല്ലോ. 57 തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രയാ വോട്ട്? 35.7, 35.7 60 സീറ്റ് കിട്ടി. നിയമസഭയിൽ ഭൂരിപക്ഷം കിട്ടി. പക്ഷേ 35.7%. എന്തുകൊണ്ട്? കോൺഗ്രസ്, PSP, ലീഗ് ഭിന്നിച്ചു മത്സരിച്ചു. വിമോചന സമരം വന്നു. അതാണ് വിമോചന സമരത്തിന്റെ അന്തരീക്ഷം പിന്നെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ ഭരണം, കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണം, പ്രഗത്ഭരായിട്ടുള്ള മന്ത്രിമാരടക്കമുള്ള ആ ഭരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിരുദ്ധന്മാരുടെ അഡ്രസ് ഉണ്ടാവില്ല. ആ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാം ഉയർന്നു വന്നു. മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കി. ലീഗിനെ തൊടാത്ത കോൺഗ്രസ് അന്നാണ് ആദ്യം ലീഗിന് തൊട്ടത്. പക്ഷെ എന്താണ്, അവർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തില്ല. അന്ന് 39% വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടി. പക്ഷെ സീറ്റ് 29 കുറഞ്ഞു. എതിരാളി യോജിച്ചു. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിനേക്കാളും കനത്ത തോൽവിയാണ്. 1960 ഇടക്കാല തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായതിനേക്കാളും വലിയ തോൽവിയാണ് ഇപ്പോൾ ഉണ്ടായത്. കാരണം വോട്ടിംഗ് ശതമാനത്തിൽ തന്നെ വലിയ കുറവ് വന്നു. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, കേരളത്തിലെ പൊളിറ്റിക്കൽ പോളറൈസേഷൻ, രാഷ്ട്രീയമായിട്ടുള്ള ബലാബലം ഉണ്ടല്ലോ, അതിൽ CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്കാൾ വലിയ മേൽക്കൈ വലതുപക്ഷത്തിനുണ്ടായി. ആ വലതുപക്ഷത്തിനുള്ള മേൽക്കൈയുടെ ഒരു പ്രധാനപ്പെട്ട സ്രോതസ് കേരളത്തിലെ വർഗീയ ശക്തികളാണ്. അത് ഹിന്ദുത്വ വർഗീയ ശക്തിയുണ്ട്, ഇസ്ലാമിക വർഗീയ ശക്തികൾ, ക്രിസ്ത്യൻസിനിടയിലും ഈ അടുത്ത കാലത്തായി ശക്തിപ്പെട്ട വർഗീയ പ്രസ്ഥാനങ്ങളുണ്ട് അതിനകത്ത്. ഇതെല്ലാം യോജിച്ചു. അപ്പോൾ 10 കൊല്ലമായി നഷ്ടപ്പെട്ട അധികാരം തിരിച്ചു പിടിക്കാനുള്ള ആക്രാന്തത്തോടു കൂടിയുള്ള ഇടതുപക്ഷ വിരുദ്ധ ശക്തികളുടെ മുന്നേറ്റത്തിൽ നമുക്ക് കനത്ത തോൽവി സംഭവിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ സ്വയം പരിശോധിക്കേണ്ട കാര്യമുണ്ട്. ആര്? ഇടതുപക്ഷ നേതൃത്വം, CPM നേതൃത്വം സ്വയം പരിശോധിക്കേണ്ട ഭാഗമുണ്ട്. പക്ഷേ മറ്റേത് നമ്മൾ മറന്നുകൂടാ. പക്ഷേ രാഷ്ട്രീയ ബലാബലത്തിൽ കേരളത്തിൽ ഒരിക്കലും 50% എബവ് വോട്ട് നേടിയിട്ടില്ല. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുണ്ട് ജയരേട്ടൻ. എന്താണെന്നറിയോ? കാരണം വെച്ചാൽ ഇപ്പോൾ ഈ വിമോചന സമരത്തിന് അപ്പുറത്ത് ഏകോപിപ്പിക്കപ്പെട്ട കക്ഷികൾ എന്ന് നമുക്കറിയാം. എല്ലാ വർഗീയ ശക്തികളും ഒന്നിച്ചായിരുന്നു. എല്ലാ വർഗീയ ശക്തികളും ഒന്നിച്ചിരുന്ന ഒരു വലിയൊരു എക്സ്പെരിമെന്റ്. ഒരു ചെറിയൊരു തിരുത്ത്, SNDP യോഗം നേരിട്ടതിൽ പങ്കെടുത്തിട്ടില്ല. SNDP യോഗം പങ്കെടുത്തില്ല. കേരളകൗമുദി പത്രം ആ വിമോചന സമരത്തിന് അനുകൂലമായിരുന്നില്ല. പക്ഷേ ആ കേരളകൗമുദി ഇപ്പൊ എവിടെ എത്തിയത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ. അതെ, ഞാൻ പറയാം. കാരണം ഈ പ്രധാനപ്പെട്ട മതകീയ ശക്തികളൊക്കെ ഒരു ഭാഗത്തായിരുന്നു. കാരണം മുസ്ലിം മതസമൂഹവും ക്രിസ്ത്യാനികളും എന്നൊക്കെ ഉള്ളത്. പിന്നെ ഹിന്ദു ഇതിലെ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ഫോഴ്സസ് NSS ഒക്കെ വളരെ കൃത്യമായിട്ട് അപ്പുറത്തായിരുന്നു. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളൊക്കെ തന്നെ, അത് CPIയുടെ നേതൃത്വത്തിലായാലും CPIMന്റെ നേതൃത്വത്തിലായാലും ഒക്കെ വരുന്ന സംഗതികളൊക്കെ തന്നെ ഒരു തരത്തിലുള്ള കോംപ്രമൈസ് പൊളിറ്റിക്സ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് ഇത്തരം മതകീയ ശക്തികളോട് എങ്ങനെയെങ്കിലും സമരസപ്പെട്ട് പോവുക എന്നുള്ളത്. അത് EMSന്റെ കാലത്ത് തൊട്ടേ ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഡേഞ്ചർ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കൂടി LDFലേക്ക് വന്നു. എന്നാൽ മുസ്ലിം ലീഗ് മാത്രം ഒരു അസ്പൃശ്യമായ രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്നു. അതും കൂടി വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത എല്ലാ പാർട്ടികളും LDFൽ ഉണ്ടാവുമായിരുന്നു. ആ ഒരു കോംപ്രമൈസ് എന്നുള്ളത് വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയല്ലേ? അതൊരു കോംപ്രമൈസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ നാഷണൽ ലീഗ് അതിലെ അണികളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും മതവിഭാഗത്തെ പരാമർശിക്കാനുള്ള ശക്തി ഉണ്ട്. അല്ലല്ല, എനിക്ക് മുസ്ലിം ജനവിഭാഗം CPMന്റെ ഭാഗമായിട്ടില്ലേ? ഉണ്ട് ഒരുപാട്. പക്ഷെ അവരൊന്നും CPMന്റെ ഭാഗമായിട്ടുണ്ട്, INLന്റെ ഭാഗമായിട്ടുണ്ട്, NCPയുടെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. പക്ഷേ മെയിൻ ഫോഴ്സ് മുസ്ലിം സമുദായത്തിൽ ലീഗാണ്. ആ ലീഗ് പലയിടത്തും മതവികാരം ഇളക്കിവിടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ പോയിന്റ്. അത് ഇടതുപക്ഷത്തിന് ദോഷകരമായിട്ട് വന്നിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ലീഗിനെ ശക്തമായി തുറന്നു കാണിക്കണം എന്നാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം നിങ്ങൾ EMSന്റെ കാലം പറഞ്ഞല്ലോ. അതായത് കമ്മ്യൂണിസ്റ്റുകാർ ഇലക്ടോറൽ പൊളിറ്റിക്സിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ
ഇടപെടുന്ന അവസരത്തിൽ ശത്രുക്കളിലെ വൈരുദ്ധ്യം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഉം. അതുകൊണ്ട് അടിസ്ഥാന നിലപാടിൽ നമ്മൾ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈ പുസ്തകത്തിന്റെ പേരിൽ, പുസ്തകത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ പുസ്തകത്തിന്റെ പേരിൽ പണ്ടേ ജയരാട്ടന് സംഘപരിവാർ ഭീഷണിയുണ്ട്, പല പല കോർണറിനും ഭീഷണിയുണ്ട്. ഈ പുസ്തകത്തിന്റെ പേരിൽ എന്തെങ്കിലും പ്രത്യേക ഭീഷണികൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഒന്ന്, ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പത്രപരസ്യം വന്നപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ നമ്പർ കൊടുത്തിന്, കോണ്ടാക്ട് നമ്പർ. അത് പിന്നെ ചിന്ത പബ്ലിഷേഴ്സിൻ്റെ ഒരു മാർക്കറ്റിംഗ് മാനേജറിയാണ്. അദ്ദേഹത്തെ വകവരുത്തുന്ന ഭീഷണിപ്പെടുത്തിയല്ലോ. സനാതന ധർമ്മത്തെപ്പറ്റി ഇമാതിരി ഒരു വിമർശനമുള്ള പുസ്തകം വരുന്നുണ്ടെങ്കിൽ നിന്നെ ബാക്കി വെച്ചേക്കില്ല എന്ന നിലക്കുള്ള വധഭീഷണി വന്നു. പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ജനൻ TV ഒരു ദിവസം വാർത്ത കൊടുത്തല്ലോ, ഈ പുസ്തകം എഴുതി പ്രിന്റിംഗ് ഒക്കെ നടത്തി പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനിടയിൽ ആകസ്മികമായിട്ട് ഞാൻ ഈ കൊടുങ്ങല്ലൂർ കാവിൽ പോയല്ലോ. കൊടുങ്ങല്ലൂർ കാവ് സന്ദർശിച്ചു. അവിടത്തേക്കായിട്ട് പോയതല്ല, എറണാകുളത്തൊരു കേസിന് പോകുന്ന അവസരത്തിൽ അവിടെ കയറിയതാണ്. അപ്പോൾ അത് വലിയ നിലക്ക് വിവാദമാക്കിയല്ലോ. അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? നല്ല പ്രചാരണം കിട്ടി, കൂടുതൽ കോപ്പി ചെലവഴിച്ചു. ഇപ്പോൾ 7ാം പതിപ്പും കഴിഞ്ഞു, 8ാമത്തെ പതിപ്പിലേക്കാണ് ഇപ്പോൾ സനാതനികളുടെ ഹിന്ദുത്വം എന്നുള്ള ഈ പുസ്തകം പോയിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര പുസ്തകമാണിത്. ഇത്തരം പുസ്തകം പിന്നെ ഞാൻ ചോദിക്കുന്ന ജയരാട്ടൻ്റെ വായനയെ കുറിച്ചാണ്. അത് നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അപ്പം ഇത്തരം ഒരു പുസ്തകം ഇത്രയും വിറ്റഴിക്കപ്പെടും എന്നുള്ള തോന്നൽ ജയരാട്ടൻ ഉണ്ടായിരുന്നു? കാരണം ജയരാട്ടൻ്റെ വായന എങ്ങനെയാണ്? അതായത് ഒന്ന്, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ വായന. പണ്ട് ചെറുപ്പകാലത്ത് ഡിറ്റക്റ്റീവ് നോവലെല്ലാം വായിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ തകഴി, SK പൊറ്റക്കാട്, ബഷീർ, ഇവരെയൊക്കെ നോവലുകൾ, കഥകളൊക്കെ വായിക്കാറുണ്ടായിരുന്നു. പിന്നെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇത് വായിക്കാൻ സമയം ഉണ്ടാവില്ല. എന്നിരുന്നാൽ പോലും നമ്മുടെ ഈ പ്രവർത്തനാനുഭവത്തിന് അടിസ്ഥാനത്തിൽ പതുക്കെ പതുക്കെ ഈ കേരളം ഒരു പിന്നടത്തത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ മുന്നിലേക്കല്ലേ പോകേണ്ടത്. ലോകത്തിലെ പല കാര്യങ്ങളിലും കേരളം മാതൃകയാണ് എന്നൊക്കെ പറയുന്ന നമ്മുടെ സംസ്ഥാനം, നമ്മുടെ സമൂഹം കൃത്യമായിട്ട് ഒരു പിന്നടത്തത്തിലേക്ക് പോകുന്നു എന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് 2 പുസ്തകവും, ഏത് മുസ്ലിം രാഷ്ട്രീയത്തെ സംബന്ധിച്ചും സനാതന ഹിന്ദുത്വത്തെ സംബന്ധിച്ചും എഴുതണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ശേഖരിച്ചു. മാത്രമല്ല, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ, അക്കാദമിക പണ്ഡിതനല്ല. അപ്പോൾ അങ്ങനെ പാണ്ഡിത്യമുള്ളവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് പല പുസ്തകങ്ങൾ റെഫർ ചെയ്തത്, അങ്ങനെയാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് മാത്രമല്ല ഫീൽഡ് സ്റ്റഡിയും നടത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ആരാധനാലയങ്ങൾ ഒരു പഠനം, അത് പ്രധാനമാണ്. കാരണം ഈ ഹിന്ദുത്വ രാഷ്ട്രീയക്കാര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധനാലയങ്ങളിലെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കി എല്ലാം ക്ഷേത്രമെന്ന ഒരു ബാനറിൻ്റെ കീഴിൽ പിന്നെ കൂട്ടിച്ചേർക്കാനാണ്. ഒരു കണ്ണി ചേർക്കുക എല്ലാറ്റിനെയും, ക്ഷേത്രത്തിന്റെ കണ്ണി. ആ കാവുകളുടെ മുന്നിൽ ക്ഷേത്രം എന്നുള്ള ബോർഡ് വരിക, ബ്രാഹ്മണീയമായിട്ടുള്ള രീതികൾ അവിടെ അടിച്ചേൽപ്പിക്കുക. ബ്രാഹ്മണീയമായിട്ടുള്ള രീതിയൊന്നും ഇല്ലാത്ത കാവുകളുണ്ട്, മടപ്പുരകളുണ്ട്, മുടിപ്പുരകളുണ്ട്, പതികളുണ്ട് പട്ടികജാതിക്കാരുടെ. ഇതിനെയൊക്കെ ഏകീകരിക്കുക. അപ്പോൾ RSSന്റെ പദ്ധതിയാണത്. അത് തുറന്നു കാണിക്കേണ്ട ആവശ്യം എനിക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പുസ്തകം വന്നിട്ടുള്ളത്. ഈ പുസ്തകം ഇത്രയും കോപ്പികൾ ചെലവഴിയുമെന്നൊന്നും ഞാൻ കരുതിയില്ല. പക്ഷേ അതിന്റെ ടൈം വളരെ പ്രധാനമാണ്. തെരഞ്ഞെടുപ്പിൽ തോറ്റു, മാത്രമല്ല ശക്തി. അതെ, പിന്നെ മാത്രമല്ല പുസ്തകം എഴുതിയിട്ട് നല്ല പൈസ ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരിക്കും EMSന് ശേഷം ജയരാട്ടൻ. ഇത്ര കോപ്പിന്റെ റിമ്യൂണറേഷൻ ഒക്കെ തരൂല്ലേ? റിമ്യൂണറേഷൻ കിട്ടേണ്ടതാണ്, ഇതുവരെ കിട്ടിയില്ല. പിന്നെ ഞാൻ ഒരു വളരെ ഇതായിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാം. കാരണം ഈ പറഞ്ഞ വിശ്വാസികളുടെ ഒരു സമൂഹം, നമ്മളിപ്പം എല്ലാവരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണത്. വിശ്വാസികളുടെ സമൂഹമാണ് ശരിക്കും ഈ കഴിഞ്ഞ ഇലക്ഷനിൽ CPMനെ തോൽവി ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയും അറഗൻ്റ് ആയിട്ടുള്ള ഒരു അഗ്രസീവായിട്ടുള്ള സമീപനം CPM എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയരാട്ടൻ അങ്ങനെ വിശ്വാസം ഉണ്ടാവില്ല. പക്ഷേ ആ സമൂഹം CPMന്റെ കൂടെ തിരിഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ ആ കൂടെ നിൽക്കും എന്നുള്ളൊരു തോന്നൽ ജയരാട്ടനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിപ്പോൾ ഈ രാമക്ഷേത്രമൊക്കെ പറഞ്ഞിട്ടാണല്ലോ BJP അവരുടെ കൂടെ ആളെ കൂട്ടുന്നത്. അവിടെ നടത്തിയിട്ടുള്ള കൊള്ള അത് വിശ്വാസി സമൂഹത്തിൽ ഒരു പ്രതികരണം ഉണ്ടാക്കില്ലേ? വലിയ നിലക്ക് RSS ഒറ്റപ്പെട്ടിട്ടുണ്ട്. ജെൻസി പ്രക്ഷോഭം
ആ പ്രക്ഷോഭത്തിന് ഈ RSSന്റെ തലവന് തന്നെ ഈ 2000 വിദ്യാർത്ഥികളെ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യണമെന്ന് തോന്നിയല്ലോ. അപ്പോ അത്തരത്തിലുള്ള പുതിയ പുതിയ പ്രശ്നങ്ങൾ എങ്ങനെയാ വരുന്നത്? ഉയർന്നു വരുന്ന മൂർത്തമായ ജീവിത പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോൾ ഞാൻ വിശദമായി പറഞ്ഞില്ല, നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച രാജ്യത്തുടനീളം ഒട്ടേറെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തല്ലോ. ആ പ്രശ്നത്തിൽ സ്വമേധയായുള്ള പ്രക്ഷോഭം ഉയർന്നു വന്നല്ലോ. അതേപോലെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഈ രാമക്ഷേത്ര കൊള്ള, അത് വിശ്വാസി സമൂഹത്തിനിടയിൽ റീതിങ്ക് ഉണ്ടാക്കുമല്ലോ. അപ്പോൾ വിശ്വാസികളെ വർഗീയതയിലേക്ക് വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്നതിനെതിരായി മൂർത്തമായ ജീവിത പ്രശ്നങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷക്കാരുടെയും ഇടപെടൽ വന്നാൽ ഇപ്പം അവരുടെ കൂടെ നിൽക്കുന്നവർ ഇങ്ങോട്ട് വരും. അങ്ങനെ അനുഭവം ഉണ്ടല്ലോ. RSSും CPM തമ്മിൽ വലിയ സംഘർഷം ഉണ്ടായി അല്ലേ? പക്ഷേ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ, BJP നേതാക്കന്മാർ, RSSന്റെ പ്രചാരകന്മാരായിരുന്നവരൊക്കെ CPMുമായി സഹകരിക്കാൻ വന്നത് എന്തുകൊണ്ടാണ്? അവർക്കിടയിലുള്ള വൈരുദ്ധ്യം. അതാണ് ഈ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി എല്ലാവരെയും എല്ലാ കാലത്തും ഒറ്റക്കെട്ടായി നിർത്താൻ കഴിയില്ല. അതിനകത്ത് വൈരുദ്ധ്യം വരും. ആ വൈരുദ്ധ്യത്തെ CPM ഉപയോഗപ്പെടുത്തും, ഇടതുപക്ഷം ഉപയോഗപ്പെടുത്തും. അങ്ങനെ നല്ലൊരു ഭാവി ഇടതുപക്ഷത്തിനുണ്ടെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതായത് അപ്പം ഒരു CPM ശരിക്കും ഒരു 360 ഡിഗ്രിയിൽ തിരിയേണ്ടി വരും. അത്തരം ഒരു തിരിച്ചിൽ ഉണ്ടാവുമോ? 360 ഡിഗ്രി ഒന്നും തിരിയേണ്ട ആവശ്യമില്ല. ഇല്ലല്ലേ? ഇപ്പോഴത്തെ CPMന്റെ ഒരു ഡിഗ്രി ഉണ്ട്. ആ ഡിഗ്രി കുറച്ചും കൂടി മൂർത്തമാക്കണം. കുറച്ചും കൂടി മൂർത്തമാക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ സെക്ഷൻ ഇങ്ങോട്ട് മാറിയാൽ തീർന്നു. വലതുപക്ഷത്തിന്റെ കൂടെ ഇതിൽ ഈ വലതുപക്ഷത്തിന്, കേരളത്തിലെ ഈ വലതുപക്ഷത്തിന് കൃത്യമായിട്ടുള്ള കോർപ്പറേറ്റ് പിന്തുണയുണ്ട്. ഇപ്പുറത്ത് പാവപ്പെട്ടവരുടെ രാഷ്ട്രീയമാണ്. പാവപ്പെട്ടവന്റെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്ന സമൂഹം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തെ ഇനിയും ഉയർത്തും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്.